സുഭാഷിതങ്ങൾ 1-ാം അധ്യായം. പുസ്തകത്തിന്റെ ഉദ്ദേശം. ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ. മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം, ധർമ്മം, നീതി, ന്യായം എന്നിവ ശീലിക്കാനും സരളഹൃദയർക്ക് വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചനശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചു കേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി, അലങ്കാരപ്രയോഗം, ജ്ഞാനികളുടെ സൂക്തങ്ങൾ, അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനുമാണത്രേ ഇവ. ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം. ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നു. ദുഷ്ടസമ്പർക്കം വെടിയുക. മകനെ, നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവിക്കൊള്ളുക. മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. അവ നിന്റെ ശിരസ്സിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളുമത്രേ. മകനെ, പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത്. അവർ പറഞ്ഞേക്കാം, വരിക, പതിയിരുന്ന് കൊല ചെയ്യാം, നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കിൽപ്പെടുത്താം, അവരെ പാതാളമെന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം. അവർ ഗർദ്ദത്തിൽ പതിക്കുന്നവരെ പോലെയാകും. വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും. കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം. ഞങ്ങളോട് പങ്കുചേരുക, നമുക്കൊരു പണസഞ്ചി മാത്രം. മകനെ, നീ അവരുടെ വഴിയെ പോകരുത്. അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു. ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു. പക്ഷി കാണുകെ അതിന് വല വയ്ക്കുന്നത് നിഷ്ഫലമാണല്ലോ. ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ്. സ്വന്തം ജീവന് തന്നെ അവർ കെണിവയ്ക്കുന്നു. അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്. അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു. ജ്ഞാനത്തിന്റെ ആഹ്വാനം. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു. നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്ര നാൾ ഭോഷരായി കഴിയും? എത്ര നാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എന്റെ ശാസന ശ്രദ്ധിക്കുക. എന്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല. നിങ്ങൾ എന്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എന്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റെന്ന പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എന്റെ ഉപദേശം അവഗണിക്കുകയും എന്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എന്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. സുഭാഷിതങ്ങൾ 2-ാം അധ്യായം. ജ്ഞാനത്തിന്റെ സൽബലങ്ങൾ. മകനെ, എന്റെ വാക്ക് കേൾക്കുകയും എന്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുകയും നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. അവിടുന്ന് സത്യസന്ധർക്കായി അന്യോന്യമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു. ധർമ്മിഷ്ഠർക്ക് അവിടുന്ന് പരിചയായി വർത്തിക്കുന്നു. അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു. തന്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു. അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. വിവേചനശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷകളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും. അവരാകട്ടെ ഇരുളിന്റെ വഴികളിൽ സഞ്ചരിക്കാൻ
സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിന്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. അവരുടെ വഴികൾ കുടിലമാണ്, അവർ നേർവഴി വിട്ടു നടക്കുന്നു. നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, സൈരണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക. അവൾ തന്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തന്റെ ദൈവത്തിന്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു. അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു. അവളുടെ പാത നിഴലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു. അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല, ജീവന്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല. അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും. ദുഷ്ടരാകട്ടെ ദേശത്തു നിന്ന് വിച്ഛേദിക്കപ്പെടും, വഞ്ചകർ പിഴുതെറിയപ്പെടും. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം. കർത്താവിനോട് വിശ്വസ്തത. മകനെ, എന്റെ ഉപദേശം വിസ്മരിക്കരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ പാലിക്കട്ടെ. അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ. അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക, ഹൃദയഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ നീ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സൽകീർത്തിയും നേടും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക. സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നകന്നു മാറുക. അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും. കർത്താവിനെ നിന്റെ സമ്പത്തുകൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയും അരുത്. എന്നാൽ പിതാവ് പുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു. ജ്ഞാനം അമൂല്യം. ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ്. എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ്. അവൾ രത്നത്തേക്കാൾ അമൂല്യയാണ്. നിങ്ങൾ കാംക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല. അവളുടെ വലത്ത് കൈയിൽ ദീർഘായുസ്സും ഇടത്ത് കൈയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്. അവളെ കൈവശപ്പെടുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു, വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു. അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, മേഘങ്ങൾ മഞ്ഞു പൊഴിക്കുന്നു. മകനെ, അന്യോന്യമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ആത്മാവിന് ജീവനും കണ്ടത്തിന് ആഭരണവുമായിരിക്കും. അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും, നിന്റെ കാലിടറുകയില്ല. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കും. അയൽക്കാരനോടുള്ള കടമകൾ. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത്. കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും. നിന്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത്. അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരിക, നാളെ തരാമെന്ന് പറയരുത്. നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത്. നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത്. അക്രമിയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവന്റെ മാർഗം അവലംബിക്കുകയോ അരുത്. ദുർമാർഗികളെ കർത്താവ് വെറുക്കുന്നു, സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിന്റെ ശാപം പതിക്കുന്നു, എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. നിന്ദിക്കുന്നവരെ അവിടുന്ന് നിന്ദിക്കുന്നു, വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ജ്ഞാനികൾ ബഹുമതി ആർജിക്കും, ഭോഷർക്ക് അവമതി ലഭിക്കും. സുഭാഷിതങ്ങൾ 4-ാം അധ്യായം. ജ്ഞാനസമ്പാദനം അഭികാമ്യം. മക്കളെ, പിതാവിന്റെ പ്രബോധനം കേൾക്കുവിൻ, അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ. ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു, എന്റെ പാഠങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ അമ്മയ്ക്ക് ഏകസന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ
അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു: നിന്റെ ഹൃദയം എന്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ. എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. എന്റെ വാക്കുകൾ വിസ്മരിക്കരുത്. അവയിൽ നിന്ന് വ്യതിചലിക്കുകയും അരുത്. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം. എന്ത് ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക. അവളെ അമൂല്യമായി കരുതുക. അവൾ നിനക്ക് ഉയർച്ച നൽകും. അവളെ പുണരുക, അവൾ നിന്നെ ആദരിക്കും. അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാല അണിയിക്കും. നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകും. മകനെ, എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിക്കട്ടെ. അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു. സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്. അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്. ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും അരുത്. അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക, അതിൽ സഞ്ചരിക്കരുത്. അതിൽ നിന്ന് അകന്നുമാറി കടന്നു പോവുക. എന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല. ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാന്നത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ദുഷ്ടരുടെ മാർഗം സാന്ദ്ര തമസ്സു പോലെയാണ്. എവിടെ തട്ടി വീഴുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മകനെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്റെ മൊഴികൾക്ക് ചെവി തരുക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക. കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ. നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ. നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്. തിന്മയിൽ കാലൂന്നുകയും അരുത്. സുഭാഷിതങ്ങൾ 5-ാം അധ്യായം. ദുശ്ചരിതയെ സൂക്ഷിക്കുക. മകനെ, എന്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നീ വിവേചനാശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും. ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു. അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും. അവളുടെ പാദങ്ങൾ മരണത്തിലേക്കിറങ്ങുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ്. അവൾ ജീവന്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു. അവൾ അത് അറിയുന്നുമില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. എന്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിക്കരുത്. അവളിൽ നിന്ന് അകന്നു മാറുവിൻ. അവളുടെ വാതിൽക്കൽ ചെല്ലരുത്. ചെന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നിന്റെ സത്കീർത്തി നഷ്ടപ്പെടുകയും നിന്റെ ആയുസ് നിർദ്ദയർ അപഹരിക്കുകയും ചെയ്യും. അന്യർ നിന്റെ സമ്പത്ത് മതിയാവോളം അപഹരിക്കുകയും നിന്റെ അധ്വാനത്തിന്റെ ഫലം അവരുടെ വീട്ടിലെത്തുകയും ചെയ്യും. അങ്ങനെ ജീവിതാന്ത്യത്തിൽ ശരീരം ക്ഷയിച്ച് എല്ലും തോലുമായി നീ ഞരങ്ങിക്കൊണ്ട് പറയും: ഞാൻ എത്രമാത്രം ശിക്ഷണം വെറുത്തു. എന്റെ ഹൃദയം എത്രമാത്രം ശാസനത്തെ പുച്ഛിച്ചു. ഞാൻ എന്റെ ഗുരുക്കന്മാരുടെ വാക്കുകൾ കേൾക്കുകയോ ഉപദേഷ്ടാക്കൾക്ക് ചെവി കൊടുക്കുകയോ ചെയ്തില്ല. സമൂഹത്തിനു മുൻപിൽ ഞാൻ തീർത്തും നശിച്ചവനെ പോലെയായി. നിന്റെ കിണറ്റിൽ നിന്ന്, നിന്റെ ഉറവയിൽ നിന്ന് മാത്രമേ വെള്ളം കുടിക്കാവൂ. നിന്റെ ഉറവുകളെ മറുനാട്ടിലും നീരൊഴുക്കുകളെ തെരുവുകളിലും ഒഴുകിക്കളയുകയോ? അവ നിന്റെ അടുത്തുള്ള അന്യർക്കു വേണ്ടി ആവാതെ നിനക്ക് വേണ്ടി മാത്രമായിരിക്കട്ടെ. നിന്റെ ഉറവ, നിന്റെ യൗവനത്തിലെ ഭാര്യ അനുഗ്രഹീതയായിരിക്കട്ടെ. അവളിൽ ആനന്ദം കൊള്ളുക. അവൾ ചന്തമുള്ളൊരു മാൻപേട, സുന്ദരിയായ മാൻപേട തന്നെ. അവളുടെ സ്നേഹം നിന്നെ സദാ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. അവളുടെ പ്രേമം നിന്നെ എപ്പോഴും ലഹരി പിടിപ്പിക്കട്ടെ. മകനെ, നീ ദുശ്ചരിതയായ സ്ത്രീക്ക് വഴിപ്പെടുകയും സൈരിണിയുടെ വക്ഷസിനെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നത് എന്തിന്? മനുഷ്യന്റെ ചെയ്തികളെല്ലാം കർത്താവ് കാണുന്നു. അവിടുന്ന് അവന്റെ പാതകളെ ശോധന ചെയ്യുന്നു. ദുഷ്കൃത്യങ്ങൾ ദുഷ്ടനെ കെണിയിൽ വീഴ്ത്തുന്നു. സ്വന്തം പാപത്തിന്റെ വലയിൽ അവൻ കുരുങ്ങുന്നു.
ശിക്ഷണരാഹിത്താൽ അവൻ മൃതിയടയുന്നു. വലിയ ഭോഷത്വം നിമിത്തം അവൻ നശിക്കുന്നു. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം. വിവിധ ഉപദേശങ്ങൾ. മകനെ, നീ അയൽക്കാരനു വേണ്ടി ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി വാക്കുകൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? നീ നിന്റെ സംസാരത്താൽ കുരുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോവുകയോ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ മകനെ, നീ അയൽക്കാരന്റെ പിടിയിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടാൻ ഇങ്ങനെ ചെയ്യുക. ഉടനെ ചെന്ന് അയൽക്കാരനോട് നിർബന്ധമായി അപേക്ഷിക്കുക. നിന്റെ മിഴികൾക്ക് ഉറക്കമോ കൺപോളകൾക്ക് മയക്കമോ അനുവദിക്കരുത്. വേട്ടക്കാരിൽ നിന്ന് മാനിനെ പോലെയും പക്ഷിയെപ്പോലെയും രക്ഷപ്പെട്ടുകൊള്ളുക. മടിയനായ മനുഷ്യ, എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ അത് വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്തുകാലത്ത് ഭക്ഷണം ശേഖരിച്ചു വയ്ക്കുന്നു. മടിയ, നീ എത്ര നാൾ നിശ്ചേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നുണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കൈയും കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം. ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുൻപിലെത്തും. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റി നടക്കുന്നു. അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുകയും കാലുകൊണ്ട് തോണ്ടുകയും വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴിച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. തന്മൂലം പെട്ടെന്ന് അവന്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്ടകൃത്യങ്ങൾ നിരക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ, ദാമ്പത്യ വിശ്വസ്തത. മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക. മാതാവിന്റെ ഉപദേശം നിരസിക്കുകയുമരുത്. അവയെ നിന്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക. അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും. കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും. ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. എന്തെന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്. ശിക്ഷണത്തിന്റെ ശാസനകളാട്ടെ ജീവന്റെ മാർഗവും. അവ ദുഷിച്ച സ്ത്രീയിൽ നിന്ന്, സ്വൈരിണിയുടെ മൃദുല ഭാഷണത്തിൽ നിന്നെ കാത്തു സൂക്ഷിക്കുന്നു. അവളുടെ സൗന്ദര്യം നീ മോഹിക്കരുത്. കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കുകയുമരുത്. എന്തെന്നാൽ വേശ്യയ്ക്ക് ഒരപ്പക്കഷണം മതി കൂലി. വ്യഭിചാരിണിയാവട്ടെ ഒരുവന്റെ ജീവനെ തന്നെ ഒളിവിൽ വേട്ടയാടുന്നു. ഉടുപ്പ് കത്താതെ മാറിടത്തിൽ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും? അല്ലെങ്കിൽ കാല് പൊള്ളാതെ കനലിന് മീതെ നടക്കാൻ കഴിയുമോ? അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കുകയില്ല. വിശപ്പടക്കാൻ ഒരുവൻ മോഷ്ടിച്ചാൽ ആളുകൾ അവനെ വെറുക്കുകയില്ലായിരിക്കാം. എങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ 7 മടങ്ങ് പകരം കൊടുക്കേണ്ടി വരും. വീട്ടുമുതലെല്ലാം വിട്ടുകൊടുക്കേണ്ടി വരും. വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല. അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. എന്തെന്നാൽ അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. അവൻ നഷ്ടപരിഹാരം ഒന്നും സ്വീകരിക്കുകയില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയില്ല. സുഭാഷിതങ്ങൾ 7-ാം അധ്യായം. മകനെ, എന്റെ വാക്കുകൾ അനുസരിക്കുകയും എന്റെ കൽപ്പനകൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. എന്റെ ഉപദേശങ്ങൾ കൺമണി പോലെ കാത്തുകൊള്ളുക. അവ നിന്റെ വിരലുകളിൽ അണിയുക, ഹൃദയഫലകത്തിൽ കൊത്തിവെക്കുക. ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന്, മൃദുല ഭാഷണം നടത്തുന്ന സ്വൈരിണിയിൽ നിന്ന് നിന്നെ തന്നെ സംരക്ഷിക്കാൻ ജ്ഞാനത്തോട് നീ എന്റെ സഹോദരിയാണെന്നും ഉൾക്കാഴ്ചയോട് നീ എന്റെ ഉറ്റ സുഹൃത്താണെന്നും പറയുക. ഞാൻ വീടിന്റെ ജനാൽക്കൽ നിന്ന് വിരിക്കിടിയിലൂടെ വെളിയിലേക്ക് നോക്കി. ശുദ്ധഗതിക്കാരായ യുവാക്കളുടെ കൂട്ടത്തിൽ ബുദ്ധിശൂന്യനായ ഒരുവനെ ഞാൻ കണ്ടു. അവൻ വഴിക്കോണിൽ അന്തിമിനുക്കത്തിൽ രാത്രിയുടെയും ഇരുളിന്റെയും മറവിൽ അവളുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കുടിലഹൃദയായ അവൾ വേശ്യയെപ്പോലെ ഉടുത്തുരുങ്ങി അവനെതിരെ വന്നു. അവൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളും തന്നിഷ്ടക്കാരിയുമാണ്. അവൾ വീട്ടിൽ ഉറച്ചിരിക്കാറില്ല. തെരുവിലും ചന്തയിലും ഓരോ മൂലയിലും മാറി മാറി അവൾ കാത്തിരിക്കുന്നു.
അവൾ അവനെ പിടികൂടി ചുംബിക്കുന്നു. നിർലജ്ജമായ മുഖഭാവത്തോടെ അവൾ അവനോട് പറയുന്നു, എനിക്ക് ബലികൾ സമർപ്പിക്കാനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ എന്റെ വ്രതങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. തന്മൂലം ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടുമുട്ടാനായി ആകാംക്ഷാപൂർവം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ഞാൻ നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഞാൻ എന്റെ തൽപ്പം വിരികൾ കൊണ്ടും ഈജിപ്തിലെ വർണ്ണപ്പകിട്ടാർന്ന പട്ടുകൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ഞാൻ മീറ, അകിൽ, കറുവാപ്പട്ട എന്നിവയാൽ എന്റെ കിടക്ക സുരഭിലമാക്കിയിരിക്കുന്നു. പ്രഭാതമാകുന്നതുവരെ നമുക്ക് കൊതിതീരെ സ്നേഹം നുകരാം. നമുക്ക് സ്നേഹത്തിൽ ആറാടാം. എന്തെന്നാൽ എന്റെ ഭർത്താവ് വീട്ടിലില്ല, അവൻ ദീർഘയാത്ര പോയിരിക്കുന്നു. സഞ്ചി നിറയെ പണവും കൊണ്ടുപോയിട്ടുണ്ട്. വെളുത്ത വാവിനെ തിരിച്ചെത്തു. ഒട്ടേറെ ചാടുവാക്കുകൾ കൊണ്ട് അവൾ അവനെ പ്രേരിപ്പിക്കുന്നു. മധുരമൊഴിയാൽ അവൾ അവനെ നിർബന്ധിക്കുന്നു. കശാപ്പുശാലയിലേക്ക് കാള പോകുന്നത് പോലെ, ഉടലിനുള്ളിൽ അമ്പ് തുളഞ്ഞു കയറത്തക്ക വിധം കലമാൻ കുരുക്കിലാവുന്നത് പോലെ, പക്ഷി കെണിയിലേക്ക് പറന്നു ചെല്ലുന്നത് പോലെ പെട്ടെന്ന് അവൻ അവളെ അനുഗമിക്കുന്നു. ജീവനാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് അവൻ അറിയുന്നതേയില്ല. ആകയാൽ മക്കളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അവളുടെ മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കട്ടെ. നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് അവളുടെ വഴികളിൽ ചെന്ന് പെടാതിരിക്കട്ടെ. എന്തെന്നാൽ അനേകം പേർ അവൾക്കിരയായി നിലംപതിച്ചിട്ടുണ്ട്. അതെ, അവൾ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർ അസംഖ്യമാണ്. അവളുടെ ഭവനം പാതാളത്തിലേക്കുള്ള വഴിയാണ്. മരണത്തിന്റെ അറകളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നു. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം. ജ്ഞാനം ദൈവദാനം. ജ്ഞാനം വിളിച്ചു പറയുന്നതും അറിവുച്ചത്തിൽ ഘോഷിക്കുന്നതും കേൾക്കുന്നില്ലേ? വീതികളിലും വഴിയരികിലുള്ള കുന്നുകളിലും അവൾ നിലയുറപ്പിക്കുന്നു. നഗര കവാടത്തിൽ വാതിലിന് അരികെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുന്നു, മനുഷ്യരെ, ഞാൻ നിങ്ങളോടാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ എല്ലാവരെയുമാണ് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. അല്പബുദ്ധികളെ, വകതിരിവ് പഠിക്കുവിൻ. ഭോഷന്മാരെ ശ്രദ്ധിക്കുവിൻ, കേൾക്കുവിൻ. ഉത്തമമായ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ അധരങ്ങളിൽ നിന്ന് ഉചിതമായ വാക്കുകൾ പുറപ്പെടും. ഞാൻ സത്യം വചിക്കും. തിന്മ എന്റെ അധരങ്ങൾക്ക് അരോചകമാണ്. എന്റെ വാക്കുകൾ നീതിയുക്തമാണ്. വളച്ചൊടിച്ചതോ വക്രമോ ആയി ഒന്നും അതിലില്ല. ഗ്രഹിക്കുന്നവന് അവ ഋജുവാണ്. അറിവ് നേടുന്നവർക്ക് ന്യായയുക്തവും. എന്റെ പ്രബോധനം വെള്ളിക്ക് പകരവും എന്റെ ജ്ഞാനം വിശിഷ്ടമായ സ്വർണത്തിന് പകരവുമാണ്. എന്തെന്നാൽ ജ്ഞാനം രത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ. നിങ്ങൾ അഭിലഷിക്കുന്നതൊന്നും അതിന് തുല്യമല്ല. ജ്ഞാനമാണ് ഞാൻ. എന്റെ വാസം വിവേകത്തിലും അറിവും വിവേചനാശക്തിയും എനിക്കുണ്ട്. ദൈവഭക്തി തിന്മയെ വെറുക്കലാണ്. അഹംഭാവം, ഗർവ്, ദുർമാർഗം, ദുർവചനം എന്നിവ ഞാൻ വെറുക്കുന്നു. മാർഗനിർദ്ദേശ വൈഭവവും കാര്യശേഷിയും എനിക്കുണ്ട്. അറിവും ശക്തിയും എന്റേതാണ്. രാജാക്കന്മാർ ഭരിക്കുന്നതും അധികാരികൾ നീതി നടത്തുന്നതും ഞാൻ മുഖേനയാണ്. ഞാൻ മുഖാന്തരം നാടുവാഴികൾ അധികാരം നടത്തുന്നു. പ്രഭുക്കന്മാർ ഭൂമി ഭരിക്കുന്നതും അങ്ങനെ തന്നെ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു. ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എന്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എന്റെ ഉൽപ്പന്നം വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിന്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവ് തന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭത്തിൽ തന്റെ എല്ലാ ആദ്യ സൃഷ്ടികളിലും ആദ്യത്തേതായി എന്നെ സൃഷ്ടിച്ചു. യുഗങ്ങൾക്ക് മുമ്പ്, ഭൂമിയുടെ ആവിർഭാവത്തിനു മുമ്പ് ഒന്നാമതായി ഞാൻ സ്ഥാപിക്കപ്പെട്ടു. സമുദ്രങ്ങൾക്കും ജലസമൃദ്ധമായ അരുവികൾക്കും മുമ്പ് തന്നെ എനിക്ക് ജന്മം കിട്ടി. പർവ്വതങ്ങൾക്കും കുന്നുകൾക്കും രൂപം കിട്ടുന്നതിനു മുൻപ് ഞാനുണ്ടായി. ഭൂമിയോ അതിലെ വയലുകളോ ആദ്യത്തെ പൂഴിത്തരിയോ നിർമ്മിക്കുന്നതിനു മുൻപ് എനിക്ക് ജന്മം നൽകപ്പെട്ടു. അവിടുന്ന് ആകാശങ്ങൾ സ്ഥാപിച്ചപ്പോഴും സമുദ്രത്തിനു മീതെ ചക്രവാളം നിർമ്മിച്ചപ്പോഴും ഉയരത്തിൽ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും സമുദ്രത്തിന് ഉറവുകളെ സ്ഥാപിച്ചപ്പോഴും ജലം തന്റെ കൽപ്പന ലംഘിക്കാതിരിക്കാൻ വേണ്ടി സമുദ്രത്തിന് അതിരിട്ടപ്പോഴും ഭൂമിയുടെ അടിത്തറ ഉറപ്പിച്ചപ്പോഴും വിദഗ്ധനായ ഒരു പണിക്കാരനെ പോലെ ഞാൻ അവിടുത്തെ അരികിലുണ്ടായിരുന്നു. അനുദിനം ആഹ്ലാദിച്ചുകൊണ്ടും അവിടുത്തെ മുൻപിൽ സദാ സന്തോഷിച്ചുകൊണ്ടും ഞാൻ കഴിഞ്ഞു.
മനുഷ്യൻ അധിവസിക്കുന്ന അവിടുത്തെ ലോകത്തിൽ ഞാൻ സന്തോഷിക്കുകയും മനുഷ്യപുത്രരിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. ആകയാൽ മക്കളെ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. എന്റെ മാർഗങ്ങൾ പിന്തുടരുന്നവർ ഭാഗ്യവാന്മാരാണ്. പ്രബോധനം കേട്ട് വിവേകികളായിത്തീരുവിൻ. അതിനെ അവഗണിക്കരുത്. എന്റെ പടിവാതിക്കൽ അനുദിനം കാത്തുനിന്ന് എന്റെ വാതിലുകളിൽ ദൃഷ്ടി ഉറപ്പിച്ച് എന്റെ വാക്ക് കേൾക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ എന്നെ കണ്ടെത്തുന്നവൻ ജീവൻ കണ്ടെത്തുന്നു, കർത്താവിന്റെ പ്രീതി നേടുകയും ചെയ്യുന്നു. എന്നാൽ എന്നെ കൈവിടുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. എന്നെ വെറുക്കുന്നവൻ മരണത്തെയാണ് സ്നേഹിക്കുന്നത്. സുഭാഷിതങ്ങൾ 9-ാം അധ്യായം. ജ്ഞാനവും മൗഢ്യവും. ജ്ഞാനം തന്റെ ഭവനം പണിയുകയും 7 തൂണുകൾ നാട്ടുകയും ചെയ്തിരിക്കുന്നു. അവൾ മൃഗങ്ങളെ കൊന്ന് വീഞ്ഞു കലർത്തി വിരുന്നൊരുക്കിയിരിക്കുന്നു. നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചറിയിക്കാൻ അവൾ പരിചാരകന്മാരെ അയച്ചിരിക്കുന്നു. അല്പബുദ്ധികളെ, ഇങ്ങോട്ട് വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, വന്നെന്റെ അപ്പം ഭക്ഷിക്കുകയും ഞാൻ കലർത്തിയ വീഞ്ഞു കുടിക്കുകയും ചെയ്യുവിൻ. ഭോഷത്വം വെടിഞ്ഞ് ജീവിക്കുവിൻ, അറിവിന്റെ പാതയിൽ സഞ്ചരിക്കുവിൻ. പരിഹാസകനെ തിരുത്തുന്നവന് ശകാരം കിട്ടും, ദുഷ്ടനെ കുറ്റപ്പെടുത്തുന്നവന് ക്ഷതമേൽക്കേണ്ടി വരും. പരിഹാസകനെ കുറ്റപ്പെടുത്തരുത്, അവൻ നിന്നെ വെറുക്കും. വിവേകിയെ കുറ്റപ്പെടുത്തുക, അവൻ നിന്നെ സ്നേഹിക്കും. വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായിത്തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയാകും. ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഞാൻ നിമിത്തം നിന്റെ ദിനങ്ങൾ പെരുകും, നിന്റെ ആയുസ്സിനോട് കൂടുതൽ സംവത്സരങ്ങൾ ചേരും. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ ഏൽക്കേണ്ടി വരും. ഭോഷത്വം വായാടിയാണ്, അവൾ ദുർവൃത്തയും നിർലജ്ജയുമത്രേ. അവൾ വാതിൽക്കൽ ഇരുപ്പുറപ്പിക്കുന്നു, നഗരത്തിലെ ഉയർന്ന സ്ഥലങ്ങൾ തന്റെ ഇരിപ്പിടമാക്കുന്നു. വഴിയെ നേരെ പോകുന്നവരോട് അവൾ വിളിച്ചു പറയുന്നു, അല്പബുദ്ധികളെ, ഇങ്ങോട്ട് കയറി വരുവിൻ. ബുദ്ധിശൂന്യനോട് അവൾ പറയുന്നു, മോഷ്ടിച്ച ജലം മധുരവും രഹസ്യത്തിൽ തിന്ന അപ്പം രുചികരവുമാണ്. എന്നാൽ അവിടെ മരണം പതിയിരിക്കുന്നുവെന്നും അവളുടെ അതിഥികൾ പാതാള ഗർത്തങ്ങളിലാണെന്നും അവനുണ്ടോ അറിയുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ. ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണയ്ക്കുന്നു, ഭോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും. അന്യായമായി നേടിയ ധനം ഉതകുകയില്ല, നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു. സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ്. കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ദുഷ്ടരുടെ വായ അക്രമം മറച്ചുവെക്കുന്നു. നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്, ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു. ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും, വായാടിയായ ഭോഷൻ നാശമടയും. സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ്, വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും. തെറ്റിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തിവെക്കുന്നു. ധൈര്യപൂർവം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു. നീതിമാന്മാരുടെ അധരം ജീവന്റെ ഉറവയാണ്, ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടിവെക്കുന്നു. വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. അറിവുള്ളവന്റെ അധരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു, ബുദ്ധിശൂന്യന്റെ മുതുകിൽ വടിയാണ് വീഴുക. ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു, ഭോഷന്റെ ജൽപ്പനം നാശം വരുത്തിവെക്കുന്നു. ബലിഷ്ഠമായ നഗരമാണ് ധനികന്റെ സമ്പത്ത്, ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും. നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു, ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസനം നിരസിക്കുന്നവന് വഴി പിഴയ്ക്കുന്നു. വിദ്വേഷം മറച്ചുവെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു, അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു, വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്, ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും. നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു, മൂഢൻ ബുദ്ധിശൂന്യത മൂലം മൃതിയടയുന്നു. കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല.
തെറ്റ് ചെയ്യുക മൂഢന് വെറുമൊരു വിനോദമാണ്. അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം. ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും. നീതിമാന്റെ ആഗ്രഹം സഫലമാകും. ദുഷ്ടൻ കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു. നീതിമാനോ എന്നേക്കും നിലനിൽക്കും. വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു. ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷ പര്യവസായിയാണ്. ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും. സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ്. തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു. നീതിമാന്മാർക്കൊരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല. ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല. നീതിമാന്റെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു. വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും. നീതിമാന്മാരുടെ അധരങ്ങൾ പഥ്യമായത് പറയുന്നു. ദുഷ്ടരുടെ അധരങ്ങളോ വഴിപിഴച്ചവയും. സുഭാഷിതങ്ങൾ 11-ാം അധ്യായം. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു. ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അഹങ്കാരത്തിന്റെ പിന്നാലെ അപമാനവുമുണ്ട്. വിനയമുള്ളവരുടെ കൂടെ ജ്ഞാനവും. സത്യസന്ധരുടെ വിശ്വസ്തത അവർക്ക് വഴി കാട്ടുന്നു. വഞ്ചകരുടെ വക്രത അവരെ നശിപ്പിക്കുന്നു. ക്രോധത്തിന്റെ ദിനത്തിൽ സമ്പത്ത് പ്രയോജനപ്പെടുകയില്ല. നീതി മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവനെ നേർവഴിക്ക് നടത്തുന്നു. ദുഷ്ടൻ തന്റെ ദുഷ്ടത നിമിത്തം നിപതിക്കുന്നു. സത്യസന്ധരുടെ നീതി അവരെ മോചിപ്പിക്കുന്നു. ദുഷ്ടരെ അവരുടെ അത്യാഗ്രഹം അടിമകളാക്കുന്നു. ദുഷ്ടന്റെ പ്രത്യാശ മരണത്തോടെ നശിക്കും. അധർമ്മിയുടെ പ്രതീക്ഷ വ്യർത്ഥമായി തീരും. നീതിമാൻ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ദുഷ്ടൻ അതിൽ കുടുങ്ങുകയും ചെയ്യുന്നു. അധർമ്മി വാക്കുകൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും. നീതിമാൻ വിജ്ഞാന നിമിത്തം വിമോചിതനാകും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടരുടെ നാശത്തിൽ സന്തോഷത്തിന്റെ ആർപ്പുവിളി മുഴങ്ങുന്നു. സത്യസന്ധരുടെ മേലുള്ള അനുഗ്രഹത്താൽ നഗരം ഉത്കർഷം പ്രാപിക്കുന്നു. ദുഷ്ട വാക്ക് നിമിത്തം അത് അധപ്പതിക്കുന്നു. അയൽക്കാരനെ പുകഴ്ത്തി പറയുന്നവൻ ബുദ്ധിശൂന്യനാണ്. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. ഏഷണി പറഞ്ഞു നടക്കുന്നവൻ രഹസ്യം പരസ്യമാക്കുന്നു. വിശ്വസ്തൻ രഹസ്യം സൂക്ഷിക്കുന്നു. മാർഗദർശനമില്ലാത്ത ജനത നിലംപതിക്കും. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ സുരക്ഷിതത്വമുണ്ട്. അന്യന് ജാമ്യം നിൽക്കുന്നവൻ ദുഃഖിക്കേണ്ടി വരും. ജാമ്യം നിൽക്കാത്തവൻ സുരക്ഷിതനാണ്. ശാലിനിയായ സ്ത്രീ ആദരം നേടുന്നു. ബലവാൻ സമ്പത്തും. ദയാശീലൻ തനിക്ക് തന്നെ ഗുണം ചെയ്യുന്നു. ക്രൂരൻ തനിക്ക് തന്നെ ഉപദ്രവം വരുത്തിവെക്കുന്നു. ദുഷ്ടന്റെ പ്രതിഫലം അവനെ വഞ്ചിക്കുന്നു. നീതി വിതയ്ക്കുന്നവന്റെ പ്രതിഫലം സുനിശ്ചിതമാണ്. നീതിയിൽ നിലനിൽക്കുന്നവൻ ജീവിക്കും. തിന്മയെ പിന്തുടരുന്നവൻ മരിക്കും. വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. നിഷ്കളങ്കർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. തിന്മ ചെയ്യുന്നവന് തീർച്ചയായും ശിക്ഷ ലഭിക്കും. നീതിമാന് മോചനവും. വകതിരിവില്ലാത്ത സുന്ദരി പന്നിയുടെ സ്വർണ്ണ മൂക്കുകുത്തിക്ക് തുല്യാണ്. നീതിമാന്മാരുടെ ആഗ്രഹം നന്മയിലേ ചെല്ലൂ. ദുഷ്ടരുടെ പ്രതീക്ഷ ക്രോധത്തിലും. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു. നൽകേണ്ടത് പിടിച്ചുവെച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ധാന്യം പൂഴ്ത്തിവെക്കുന്നവനെ ജനങ്ങൾ ശപിക്കുന്നു. അത് വിൽപ്പനയ്ക്ക് വയ്ക്കുന്നവനെ അവർ അനുഗ്രഹിക്കുന്നു. നന്മയെ ജാഗരൂകതയോടെ അന്വേഷിക്കുന്നവർ അനുഗ്രഹത്തെയാണ് അന്വേഷിക്കുന്നത്. തിന്മയെ തിരയുന്നവന് തിന്മ തന്നെ വന്നുകൂടുന്നു. ധനത്തെ ആശ്രയിക്കുന്നവൻ കൊഴിഞ്ഞു വീഴും. നീതിമാൻ പച്ചില പോലെ തഴയ്ക്കും. കുടുംബദ്രോഹിക്ക് ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. ഭോഷൻ വിവേകിയുടെ ദാസനായിരിക്കും. നീതിയുടെ ഫലം ജീവന്റെ വൃക്ഷമാണ്. അക്രമം ജീവനൊടുക്കുന്നു. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? സുഭാഷിതങ്ങൾ 12-ാം അധ്യായം. ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്. ശ്വാസനം വെറുക്കുന്നവൻ മൂഢനത്രേ. ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു. തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു. ദുഷ്ടതയിലൂടെ ആരും
നിലനിൽപ്പ് നേടുന്നില്ല. നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല. ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം, അപമാനം വരുത്തിവെക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അർബുദവും. നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ്. ദുഷ്ടരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും. ദുഷ്ടരുടെ വാക്കുകൾ രക്തത്തിന് പതിയിരിക്കുന്നു. സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു. ദുഷ്ടർ നിബദിക്കുമ്പോൾ നിശേഷം നശിക്കും. നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും. സദ്ബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു. വികടബുദ്ധി നിന്ദിക്കപ്പെടുന്നു. ആഹാരത്തിന് വകയില്ലാതിരിക്കെ വൻപ് നടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയ നിലയിൽ കഴിയുന്നവനാണ്. നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു. ദുഷ്ടന്മാരുടെ ഹൃദയം ക്രൂരത നിറഞ്ഞതാണ്. മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യനാണ്. ദുഷ്ടരുടെ ബലിഷ്ഠമായ ഗോപുരം തകർന്നടിയുന്നു. നീതിമാന്മാരാകട്ടെ വേരുറച്ചു നിൽക്കുന്നു. ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു. നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഒരുവന് തന്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. വേറൊരുവന് തന്റെ കരവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു. ഭോഷന്റെ ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. വിവേകി ഉപദേശം തേടുന്നു. ഭോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു. വിവേചനാശീലമുള്ളവൻ നിന്ദനം വകവയ്ക്കുന്നില്ല. സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു. കള്ളസാക്ഷി വ്യാജം പറയുന്നു. തുളച്ചു കയറുന്ന വാള് പോലെ വീണ്ടുവിചാരമില്ലാതെ വാക്കുകൾ പ്രയോഗിക്കുന്നവരുണ്ട്. വിവേകിയുടെ വാക്കുകൾ മുറിവുണക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു. വ്യാജമായ വാക്ക് ക്ഷണികമാണ്. തിന്മ നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ്. നന്മ നിരൂപിക്കുന്നവർ സന്തോഷം അനുഭവിക്കുന്നു. നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുന്നില്ല. ദുഷ്ടർക്ക് ആപത്തൊഴിയുന്നില്ല. കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. വിവേകി തന്റെ അറിവ് മറച്ചുവെക്കുന്നു. ഭോഷൻ തന്റെ ഭോഷത്വം വിളംബരം ചെയ്യുന്നു. സ്ഥിരോത്സാഹിയുടെ കരം ഭരണം നടത്തും. അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. ഉത്കണ്ഠ ഒരുവന്റെ ഹൃദയത്തെ നിരുന്മേഷമാക്കുന്നു. നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു. നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു. അലസന് തന്റെ ഇരയെ പിടികിട്ടുകയില്ല. സ്ഥിരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും. നീതിയുടെ പാതയിലാണ് ജീവൻ. അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം. വിവേകമുള്ള മകൻ പിതാവിന്റെ ഉപദേശം കേൾക്കുന്നു. പരിഹാസകൻ ശാസനം അവഗണിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സദ്ബലം അനുഭവിക്കുന്നു. വഞ്ചകന്മാർ അക്രമമാണ് അഭിലഷിക്കുന്നത്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നവൻ തന്റെ ജീവൻ സുരക്ഷിതമാക്കുന്നു. അധരങ്ങളെ നിയന്ത്രിക്കാത്തവൻ നാശമടയുന്നു. എത്ര ആഗ്രഹിച്ചാലും അലസിനൊന്നും കിട്ടുന്നില്ല. സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. നീതിമാൻ കാപട്യത്തെ വെറുക്കുന്നു. ദുഷ്ടൻ ലജ്ജയും അവമാനവും വെടിഞ്ഞ് പ്രവർത്തിക്കുന്നു. സത്യസന്ധമായി പെരുമാറുന്നവനെ നീതി കാത്തുകൊള്ളും. ദുഷ്ടനെ പാപം നിലംപതിപ്പിക്കുന്നു. ഒരുവൻ ധനികനെന്ന് നടിക്കുന്നു എങ്കിലും അവന് യാതൊന്നുമില്ല. അപരൻ ദരിദ്രനെന്ന് നടിക്കുന്നു എങ്കിലും അവന് ധാരാളം സമ്പത്തുണ്ട്. ജീവൻ വീണ്ടെടുക്കാനുള്ള മോചനദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത്. എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല. നീതിമാന്റെ ദീപം തെളിഞ്ഞു പ്രകാശിക്കും. ദുഷ്ടന്റെ വിളക്ക് അണഞ്ഞുപോകും. താന്തോന്നികൾ ഔദിത്യ നിമിത്തം കലഹമുണ്ടാക്കുന്നു. ഉപദേശം സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് വിവേകം. അനായാസമായി നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. അല്പാൽപമായി കരുതി വയ്ക്കുന്നവൻ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. സബലമാകാൻ വൈകുന്ന പ്രതീക്ഷ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. സബലമായി കഴിഞ്ഞ ആഗ്രഹം ജീവന്റെ വൃക്ഷമാണ്. ഉപദേശം നിന്ദിക്കുന്നവൻ തനിക്ക് തന്നെ നാശം വരുത്തിവെക്കുന്നു. കൽപ്പന ആദരിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ജ്ഞാനിയുടെ ഉപദേശം ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അത് സഹായിക്കുന്നു. സദ്ബുദ്ധി പ്രീതി ജനിപ്പിക്കുന്നു. അവിശ്വസ്തരുടെ മാർഗം അവർക്ക് നാശം വരുത്തുന്നു. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. ഭോഷനാകട്ടെ തന്റെ ഭോഷത്വം തുറന്നു കാട്ടുന്നു. ഔചിത്യമില്ലാത്ത ദൂതൻ
ആളുകളെ കുഴപ്പത്തിലാഴ്ത്തുന്നു. വിശ്വസ്തനായ സന്ദേശവാഹകൻ രഞ്ജനം കൈവരുത്തുന്നു. ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു. ശാസനം ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിറവേറിയ അഭിലാഷം ആത്മാവിന് മാധുര്യമിയറ്റുന്നു. തിന്മ വിട്ടൊഴിയുന്നത് ഭോഷന്മാർക്ക് അഹിതമാണ്. വിവേകികളോട് സംസർഗം ചെയ്യുന്നവൻ വിവേകിയായിത്തീരുന്നു. ഭോഷരുമായി കൂട്ടുകൂടുന്നവന് ഉപദ്രവം നേരിടും. പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു. നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുന്നു. ഉത്തമനായ മനുഷ്യൻ തന്റെ അവകാശം തലമുറകളിലേക്ക് കൈമാറുന്നു. പാപിയുടെ സമ്പത്ത് നീതിമാന്മാർക്കായി സംഭരിക്കപ്പെട്ടതാണ്. ദരിദ്രരുടെ കയ്യിൽ തരിശു നിലം ധാരാളം ആഹാരം ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. എന്നാൽ നീതി കെട്ടവൻ അത് കൈക്കലാക്കി തരിച്ചിടുന്നു. മകനെ ശിക്ഷ കൂടാതെ വളർത്തുന്നവൻ അവനെ വെറുക്കുന്നു. സ്നേഹമുള്ള പിതാവ് അവന് ശിക്ഷണം നൽകാൻ ജാഗരൂകത കാട്ടുന്നു. നീതിമാന് വിശപ്പടക്കാൻ വേണ്ടത്ര വകയുണ്ട്. ദുഷ്ടന് പട്ടിണി കിടക്കേണ്ടി വരും. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം. ഞാനും വീട് പണിയുന്നു, ഭോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു. സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു. കുടിലമാർഗി അവിടുത്തെ നിന്ദിക്കുന്നു. ഭോഷന്റെ സംസാരം അവന്റെ മുതുകത്ത് വീഴുന്ന വടിയാണ്. വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും. കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല. കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു. വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല. കള്ളസാക്ഷി പൊളി പറഞ്ഞു കൂട്ടുന്നു. പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിഷ്ഫലമാണ്. ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും. ഭോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക. അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല. തന്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിനാണ് ബുദ്ധിമാന്റെ വിവേകം. വിഡ്ഢികളുടെ ഭോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു. ദുഷ്ടരെ ദൈവം വെറുക്കുന്നു. സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു. ഹൃദയത്തിന്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ. അതിന്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും. സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും. ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ്. സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക. വഴി പിഴച്ചവൻ തന്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെയും. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു. ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. വിവേകി ജാഗരൂകതയുടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു. ഭോഷൻ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നു. ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാൻ ക്ഷമാശീലനാണ്. ശുദ്ധഗതിക്കാർ ഭോഷത്വം കാട്ടിക്കൂട്ടുന്നു. ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടമണിയുന്നു. ദുർജനം സജ്ജനങ്ങളുടെ മുമ്പിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും. ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു. ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട്. അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ്. പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും. തിന്മ നനയ്ക്കുന്നവൻ തെറ്റ് ചെയ്യുകയല്ലേ. നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു. അധ്വാനം ഏതും ലാഭകരമാണ്. അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴി തെളിക്കുകയുള്ളൂ. ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം. ഭോഷത്വം ഭോഷന്മാർക്ക് പൂമാലയും. സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു. കള്ളസാക്ഷി വഞ്ചകനാണ്. ദൈവഭക്തിയാണ് ബലിഷ്ഠമായ ആശ്രയം. സന്താനങ്ങൾക്കത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. ദൈവഭക്തി ജീവന്റെ ഉറവയാണ്. മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു. രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ്. പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു. പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്. മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടുത്തെ ബഹുമാനിക്കുന്നു. ദുഷ്ടൻ തിന്മ ചെയ്ത് അധപ്പതിക്കുന്നു. നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു. ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു. ഭോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല. നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു. പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ.
വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു. ലജ്ജാവഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിബദിക്കുന്നു. സുഭാഷിതങ്ങൾ 15-ാം അധ്യായം. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപമിളക്കി വിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ്. വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു. ഭോഷൻ തന്റെ പിതാവിന്റെ ഉപദേശം പുച്ഛിച്ചു തള്ളുന്നു. വിവേകി ശാസനം ആദരിക്കുന്നു. നീതിമാന്മാരുടെ ഭവനത്തിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്. ദുഷ്ടരുടെ ആദായം കുഴപ്പം സൃഷ്ടിക്കുന്നു. വിവേകികളുടെ അധരങ്ങൾ അറിവ് പരത്തുന്നു. ഭോഷന്മാരുടെ മനസ്സ് അങ്ങനെയല്ല. ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ്. സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടരുടെ മാർഗം കർത്താവിന് വെറുപ്പാണ്. നീതിയിൽ ചരിക്കുന്നവരെ അവിടുന്ന് സ്നേഹിക്കുന്നു. നേർവഴി വിട്ട് നടക്കുന്നവൻ കർക്കശമായ ശിക്ഷണത്തിന് വിധേയനാകും. ശാസനം വെറുക്കുന്നവൻ മരിക്കും. പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പരിഹാസകൻ ശാസനം ഇഷ്ടപ്പെടുന്നില്ല. അവൻ ജ്ഞാനികളെ സമീപിക്കുകയുമില്ല. സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു. ഹൃദയവിധ ഉന്മേഷം കെടുത്തിക്കളയുന്നു. ബുദ്ധിമാന്റെ മനസ്സ് വിജ്ഞാനം നേടുന്നു. ഭോഷന്മാരുടെ വദനത്തിന് ആഹാരം ഭോഷത്വമാണ്. ദുഃഖിതരുടെ ദിനങ്ങൾ ക്ലേശഭൂയിഷ്ടമാണ്. സന്തുഷ്ടമായ ഹൃദയം നിരന്തരം വിരുന്ന് ആസ്വദിക്കുന്നു. വലിയ സമ്പത്തും അതോടൊത്തുള്ള അനർത്ഥങ്ങളുമായി കഴിയുന്നതിനേക്കാൾ മെച്ചം ദൈവഭക്തിയോടെ അല്പം കൊണ്ട് കഴിയുന്നതാണ്. സ്നേഹപൂർവ്വം വിളമ്പുന്ന സസ്യാഹാരമാണ് വെറുപ്പോടെ വിളമ്പുന്ന കാളയിറച്ചിയേക്കാൾ മെച്ചം. മുൻകോപി കലഹമിളക്കി വിടുന്നു. ക്ഷമാശീലൻ അത് ശമിപ്പിക്കുന്നു. അലസന്റെ മാർഗം മുൾപടർപ്പുകളാൽ ആവൃതമാണ്. സ്ഥിരോത്സാഹിയുടെ വഴി നിരപ്പായ രാജവീതിയത്രേ. വിവേകിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. ഭോഷൻ അമ്മയെ നിന്ദിക്കുന്നു. ബുദ്ധിഹീനൻ ഭോഷത്വത്തിൽ ആനന്ദിക്കുന്നു. ബുദ്ധിമാൻ നേർവഴിക്ക് നടക്കുന്നു. സതുപദേശമില്ലെങ്കിൽ പദ്ധതികൾ പാളിപ്പോകും. വേണ്ടത്ര ഉപദേഷ്ടാക്കളുള്ളപ്പോൾ അവ വിജയിക്കുന്നു. ഉചിതമായ മറുപടി പറയുക ഒരുവന് ആനന്ദദായകമത്രേ. സന്ദർഭോചിതമായ വാക്ക് എത്ര നന്ന്. വിവേകിയുടെ വഴി മേലോട്ട് ജീവനിലേക്ക് നയിക്കുന്നു. താഴെയുള്ള പാതാളത്തെ വിട്ടകലുന്നു. അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലംപരിചാക്കുന്നു. വിധവയുടെ അതിര് അവിടുന്ന് സംരക്ഷിക്കുന്നു. ദുഷ്ടരുടെ ആലോചനകൾ കർത്താവിന് വെറുപ്പാണ്. നിഷ്കളങ്കരുടെ വാക്കുകൾ അവിടത്തേക്ക് പ്രീതികരവും. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. കൈക്കൂലി വെറുക്കുന്നവൻ ഏറെ നാൾ ജീവിക്കും. നീതിമാന്മാർ ആലോചിച്ച് ഉത്തരം കൊടുക്കുന്നു. ദുഷ്ടരുടെ അധരങ്ങൾ ദുഷ്ടത വമിക്കുന്നു. കർത്താവ് ദുഷ്ടരിൽ നിന്ന് അകന്നിരിക്കുന്നു. നീതിമാന്മാരുടെ പ്രാർത്ഥന ചെവിക്കൊള്ളുന്നു. തിളങ്ങുന്ന കണ്ണ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദ്വാർത്ത ശരീരത്തെ ഉത്തേജിപ്പിക്കുന്നു. ഉത്തമമായ ഉപദേശം ആദരിക്കുന്നവന് വിവേകികളുടെ കൂടെ സ്ഥാനം ലഭിക്കും. പ്രബോധനം അവഗണിക്കുന്നവൻ തന്നെ തന്നെ ദ്രോഹിക്കുന്നു. ശാസനം അനുസരിക്കുന്നവൻ അറിവ് നേടുന്നു. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. വിനയം ബഹുമതിയുടെ മുന്നോടിയും. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. ഒരുവന് തന്റെ നടപടികൾ അന്യൂന്യമെന്ന് തോന്നുന്നു. കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക. നിന്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവ് ഓരോന്നിനെയും നിശ്ചിത ലക്ഷ്യത്തോടെ സൃഷ്ടിച്ചു. അനർത്ഥ ദിനങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ദുഷ്ടരെയും സൃഷ്ടിച്ചു. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല, തീർച്ച. ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. നീതിപൂർവം നേടിയ ചെറിയ ആദായമാണ് അനീതി വഴി നേടിയ വലിയ ആദായത്തെക്കാൾ വിശിഷ്ടം. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു. അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്ന കർത്താവാണ്. രാജാവിന്റെ നാവിൽ ദൈവനിശ്ചയം കുടികൊള്ളുന്നു.
വിധിക്കുമ്പോൾ അവന് തെറ്റുപറ്റുകയില്ല. ശരിയായ അളവും തൂക്കവും കർത്താവ് നിയന്ത്രിക്കുന്നു. സഞ്ചിയിലുള്ള കട്ടികൾ അവിടുന്ന് നിശ്ചയിക്കുന്നു. ദുഷ്പ്രവൃത്തികൾ രാജാക്കന്മാർ വെറുക്കുന്നു. നീതി സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. നീതിപൂർവമായ വാക്കുകൾ രാജാവിനെ ആഹ്ലാദിപ്പിക്കുന്നു. നേര് പറയുന്നവനെ അവൻ സ്നേഹിക്കുന്നു. രാജാവിന്റെ കോപം മരണത്തിന്റെ ദൂതനാണ്. വിവേകിക്ക് അത് ശമിപ്പിക്കാൻ കഴിയും. രാജാവിന്റെ പ്രസാദത്തിൽ ജീവൻ കുടികൊള്ളുന്നു. രാജപ്രീതി വസന്തത്തിൽ മഴ പൊഴിക്കുന്ന മേഘങ്ങൾ പോലെയാണ്. ജ്ഞാനം ലഭിക്കുന്നത് സ്വർണം കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. വിജ്ഞാനം വെള്ളിയേക്കാൾ അഭികാമ്യവും. സത്യസന്ധരുടെ വഴി തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. സ്വന്തം വഴി കാക്കുന്നവൻ ജീവൻ പരീക്ഷിക്കുന്നു. അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിന്റെയും. അഹങ്കാരികളോട് ചേർന്ന് കൊള്ളമുതൽ പങ്കുവയ്ക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായി ദരിദ്രനോടൊപ്പം കഴിയുകയാണ്. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഹൃദയത്തിൽ ജ്ഞാനമുള്ളവൻ വിവേകി എന്നറിയപ്പെടുന്നു. ഹൃദ്യമായ ഭാഷണം കൂടുതൽ അനുനയിപ്പിക്കുന്നു. വിവേകം ലഭിച്ചവന് അത് ജീവന്റെ ഉറവയാണ്. ഭോഷത്വം ഭോഷനുള്ള ശിക്ഷയത്രേ. വിവേകിയുടെ മനസ്സ് വാക്കുകളെ യുക്തിയുക്തമാക്കുന്നു. അങ്ങനെ അതിന് പ്രേരക ശക്തി വർദ്ധിക്കുന്നു. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. അത് ആത്മാവിന് മധുരവും ശരീരത്തിന് ആരോഗ്യപ്രദവുമാണ്. ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. വിശപ്പ് പണിക്കാരനെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിക്കുന്നു. അത് അവനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിലകെട്ടവൻ തിന്മ നിരൂപിക്കുന്നു. അവന്റെ വാക്ക് പൊള്ളുന്ന തീ പോലെയാണ്. വികടബുദ്ധി കലഹം പരത്തുന്നു. ഏഷ്ണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. അക്രമി അയൽക്കാരനെ വശീകരിച്ച് അബദ്ധത്തിലേക്ക് നയിക്കുന്നു. കണ്ണിറക്കുന്നവൻ ദുരാലോചന നടത്തുന്നു. ചുണ്ടുകടിക്കുന്നവൻ തിന്മയ്ക്ക് വഴിയൊരുക്കുന്നു. നരച്ച മുടി മഹത്വത്തിന്റെ കിരീടമാണ്. സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണ്. കാര്യങ്ങൾ തീരുമാനിക്കാൻ കുറിയിടുന്നവരുണ്ട്. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. സുഭാഷിതങ്ങൾ 17-ാം അധ്യായം. കലഹം നിറഞ്ഞ വീട്ടിലെ വിരുന്നിനേക്കാൾ അഭികാമ്യം സ്വസ്ഥതയോടെ കഴിക്കുന്ന ഉണങ്ങിയ അപ്പക്കഷ്ണമാണ്. ബുദ്ധിമാനായ അടിമ ലജ്ജാവുമായി പ്രവർത്തിക്കുന്ന യജമാനപുത്രന്റെ മേൽ ഭരണം നടത്തും. അവൻ പുത്രന്മാർക്കൊപ്പം കുടുംബസ്വത്തിന് അവകാശിയുമാകും. മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടുന്നു. ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ്. ദുഷ്ടൻ ദുർവചസ്സുകൾ ശ്രദ്ധിക്കുന്നു. നുണയൻ അപവാദത്തിന് ചെവി കൊടുക്കുന്നു. ദരിദ്രരെ പരിഹസിക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു. മറ്റുള്ളവരുടെ അത്യാഹിതത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പേരക്കിടാങ്ങൾ വൃദ്ധർക്ക് കിരീടം. മക്കളുടെ അഭിമാനം പിതാക്കന്മാരത്രേ. ഉത്തമമായ സംസാരം ഭോഷന് ചേരുകയില്ല. കപടഭാഷണം അഭിജാതകർക്ക് അത്ര പോലുമില്ല. കൈക്കൂലി മാന്ത്രിക കല്ലാണെന്നത്രേ കൊടുക്കുന്നവന്റെ സങ്കല്പം. തിരിയുന്നിടത്തെല്ലാം അവൻ വിജയം നേടുന്നു. തെറ്റു പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു. കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നവൻ സ്നേഹിതനെ പിണക്കി അകറ്റുന്നു. ഭോഷനെ 100 അടിക്കുന്നതിനേക്കാൾ ബുദ്ധിമാനെ ഒന്ന് ശകാരിക്കുന്നത് കൂടുതൽ ഉള്ളിൽ തട്ടും. അധമൻ എപ്പോഴും കലാപകാരിയാണ്. ക്രൂരനായ ഒരു ദൂതൻ അവനെതിരായി അയക്കപ്പെടും. ഭോഷനെ അവന്റെ ഭോഷത്വത്തിൽ നേരിടുന്നതിനേക്കാൾ എളുപ്പം കുഞ്ഞുങ്ങൾ അപഹരിക്കപ്പെട്ട ഒരു പെൺകരടിയെ നേരിടുകയാണ്. ഉപകാരത്തിനു പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ നിന്ന് തിന്മ വിട്ടകലുകയില്ല. കലഹത്തിന്റെ ആരംഭം അണ പൊട്ടുന്നത് പോലെയാണ്. കലഹം തുടങ്ങുന്നതിന് മുൻപ് തന്നെ അത് ഒഴിവാക്കിക്കൊള്ളുക. ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നവനും ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. ഭോഷന് ധനമുണ്ടായിട്ട് എന്ത് പ്രയോജനം? അവന് ജ്ഞാനം വിലയ്ക്ക് വാങ്ങാൻ കഴിയുമോ? മിത്രം എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ബുദ്ധിഹീനൻ അയൽക്കാരന് വാക്കുകൊടുക്കുകയും ജാമ്യം നിൽക്കുകയും ചെയ്യുന്നു. നിയമനിഷേധകൻ കലഹപ്രിയനാണ്. വാതിൽ ഉയർത്തിപ്പണിയുന്നവൻ നാശം ക്ഷണിച്ചു വരുത്തുന്നു. കുടില മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല. വികടഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിക്കുന്നു.
വിഡ്ഢിയായ പുത്രൻ പിതാവിന്റെ ദുഃഖമാണ്. ഭോഷന്റെ പിതാവിന് ഒരിക്കലും സന്തോഷമില്ല. സന്തുഷ്ട ഹൃദയം ആരോഗ്യദായകമാണ്. തളർന്ന മനസ്സ് ആരോഗ്യം കെടുത്തുന്നു. നീതിയുടെ വഴി തെറ്റിക്കാൻ ദുഷ്ടൻ രഹസ്യമായി കൈക്കൂലി വാങ്ങുന്നു. ബുദ്ധിമാൻ ജ്ഞാനോന്മുഖനായിരിക്കുന്നു. ഭോഷന്റെ ദൃഷ്ടി അങ്ങുമിങ്ങും അലഞ്ഞു തിരിയുന്നു. മൂഢനായ പുത്രൻ പിതാവിന് ദുഃഖവും അമ്മയ്ക്ക് കയ്പുമാണ്. നീതിമാന്റെ മേൽ പിഴ ചുമത്തുന്നത് നന്നല്ല, ഉത്തമനെ പ്രഹരിക്കുന്നത് തെറ്റാണ്. വാക്കുകൾ നിയന്ത്രിക്കുന്നവൻ വിജ്ഞാനിയാണ്. പ്രശാന്തമായ മനസ്സുള്ളവൻ ബുദ്ധിമാനത്രേ. മൗനം ഭജിക്കുന്ന മൂഢൻ പോലും ജ്ഞാനിയെന്ന് കരുതപ്പെടുന്നു. അവൻ വായ് പൂട്ടിയിരുന്നാൽ ബുദ്ധിമാനെന്ന് ഗണിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 18-ാം അധ്യായം. വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല തീരുമാനങ്ങളോടും മറുതലിച്ചു നിൽക്കാൻ പഴുതു നോക്കുന്നു. ഭോഷന് സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലല്ലാതെ കാര്യം ഗ്രഹിക്കുന്നതിൽ താല്പര്യമില്ല. ദുഷ്ടതയോടൊപ്പം അവജ്ഞയും ദുഷ്കീർത്തിയോടൊപ്പം അപമാനവും വന്നു ഭവിക്കുന്നു. മനുഷ്യന്റെ വാക്കുകൾ അഗാധമായ ജലാശയമാണ്. ജ്ഞാനത്തിന്റെ ഉറവ പാഞ്ഞൊഴുകുന്ന അരുവിയും. ദുഷ്ടനോട് പക്ഷപാതം കാണിക്കുന്നതോ നീതിമാന് നീതി നിഷേധിക്കുന്നതോ നന്നല്ല. മൂഢന്റെ അധരങ്ങൾ കലഹത്തിന് വഴിതെളിക്കുന്നു. അവന്റെ വാക്കുകൾ ചാട്ടഅടിയെ ക്ഷണിച്ചു വരുത്തുന്നു. മൂഢന്റെ നാവ് അവനെ നശിപ്പിക്കുന്നു. അവന്റെ അധരങ്ങൾ അവന് കെണിയാണ്. ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെയത്രേ, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മടിയൻ മുടിയന്റെ സഹോദരനാണ്. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിൽ ഓടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. സമ്പത്താണ് ധനികന്റെ ബലിഷ്ഠമായ നഗരം. ഉയർന്ന കോട്ട പോലെ അത് അവനെ സംരക്ഷിക്കുന്നു. ഗർവം നാശത്തിന്റെ മുന്നോടിയാണ്, വിനയം ബഹുമതിയുടെയും. ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് ഭോഷത്വവും മര്യാദകേടുമാണ്. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു. തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ബുദ്ധിമാൻ അറിവ് നേടുന്നു. വിവേകി ജ്ഞാനത്തിന്റെ കാതോർക്കുന്നു. സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു. മറ്റൊരാൾ ചോദ്യം ചെയ്യുന്നതുവരെ വാദമുന്നയിക്കുന്നവൻ പറയുന്നതാണ് ന്യായമെന്ന് തോന്നും. നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു. അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു. സഹോദരൻ സഹായത്തിനുള്ളവൻ ഉറപ്പുള്ള നഗരം പോലെയാണ്. എന്നാൽ കലഹം ഇരുമ്പഴികൾ പോലെ അവരെ പിടിച്ചകറ്റുന്നു. അധരബലം ഉപജീവന മാർഗം നേടിക്കൊടുക്കുന്നു. അധരങ്ങൾ സംതൃപ്തി വിളയിക്കുന്നു. ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും. അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭുജിക്കണം. ഉത്തമയായ ഭാര്യയെ കണ്ടെത്തുന്നവൻ ഭാഗ്യവാൻ. അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. ദരിദ്രൻ കേണപേക്ഷിക്കുന്നു, ധനവാൻ പരുഷമായി മറുപടി നൽകുന്നു. ചിലർ സ്നേഹിതരെന്ന് നടിക്കും, ചിലർ സഹോദരരെക്കാൾ ഉറ്റവരാണ്. സുഭാഷിതങ്ങൾ 19-ാം അധ്യായം. സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന ഭോഷനേക്കാൾ ശ്രേഷ്ഠനാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല. തിടുക്കം കൂട്ടുന്നവന് വഴിതെറ്റുന്നു. സ്വന്തം ഭോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത്. എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജ്വലിക്കുന്നു. സമ്പത്ത് അനേകം പുതിയ സ്നേഹിതരെ നേടുന്നു. ദാരിദ്ര്യം ഉള്ള സ്നേഹിതനെ പോലും അകറ്റുന്നു. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല. ഉദാരമനസ്കന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നവൻ എല്ലാവരും സ്നേഹിതരാണ്. സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു. പിന്നെ സ്നേഹിതർ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ? അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല. ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ്. വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും. കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. വ്യാജം പറയുന്നവൻ നശിക്കും. ഭോഷൻ സുഭിക്ഷത അർഹിക്കുന്നില്ല. പ്രഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല. സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും. തെറ്റ് പൊറുക്കുന്നത് അവന് ഭൂഷണം. രാജാവിന്റെ കോപം സിംഹഗർജനം പോലെയാണ്. അവന്റെ പ്രീതിയാവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുതുള്ളി പോലെയും. ഭോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു. ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ്. വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു.
വിവേകവതിയായ ഭാര്യയാകട്ടെ കർത്താവിന്റെ ദാനമാണ്. അലസത ഒരുവനെ ഗാഠനിദ്രയിലാഴ്ത്തുന്നു. മടിയന് പട്ടിണി കിടക്കേണ്ടി വരും. കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു. ഉപദേശം നിന്ദിക്കുന്നവൻ മൃതിയടയും. ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും. നന്നാകുമെന്ന് പ്രതീക്ഷയുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിക്കുക. അവൻ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത്. കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും. കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക. നീ ജ്ഞാനിയാകും. മനുഷ്യൻ പലതും ആലോചിച്ചു വയ്ക്കുന്നു. നടപ്പിൽ വരുത്തുന്നത് കർത്താവിന്റെ തീരുമാനമാണ്. ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ്. ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ്. ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു. ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു. അലസൻ കൈ പാത്രത്തിൽ അമഴ്ത്തി വയ്ക്കുന്നു. അത് വായിലേക്ക് കൊണ്ടുചെല്ലാൻ അവന് പ്രയാസമാണ്. പരിഹാസകൻ പ്രകരമേൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവേകം പഠിക്കും. ബുദ്ധിയുള്ളവൻ ശാസനം കൊണ്ട് തന്നെ വിജ്ഞാനം നേടും. പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടിയോടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും വരുത്തിവെക്കുന്നു. മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിചലിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെവിക്കൊള്ളാതിരിക്കാവൂ. വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു. ദുഷ്ടന്റെ വായ അന്യായത്തെ വിഴുങ്ങുന്നു. പരിഹാസകർക്ക് ശിക്ഷാവിധിയും ഭോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു. സുഭാഷിതങ്ങൾ 20-ാം അധ്യായം. വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ്. അവയ്ക്ക് അടിമപ്പെടുന്നവന് വിവേകമില്ല. രാജാവിന്റെ ഉഗ്രകോപം സിംഹഗർജനം പോലെയാണ്. അവനെ പ്രകോപിപ്പിക്കുന്നവൻ ജീവൻ അപകടത്തിലാക്കുന്നു. കലഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് ബഹുമതിയാണ്. ഭോഷന്മാർ ശണ്ട കൂടിക്കൊണ്ടിരിക്കും. അലസൻ ഒഴിവുകാലത്ത് നിലമൊരുക്കുന്നില്ല. കൊയ്ത്തുകാലത്ത് തേടി നടക്കും, ഒന്നും ലഭിക്കുകയില്ല. മനസ്സിലുള്ള ആലോചന അഗാധമായ ജലം പോലെയാണ്. ഉൾക്കാഴ്ചയുള്ളവന് അത് കോരിയെടുക്കാം. തങ്ങൾ വിശ്വസ്തരാണെന്ന് പലരും കൊട്ടിഘോഷിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വസ്തനായ ഒരുവനെ ആർക്ക് കണ്ടെത്താൻ കഴിയും? സത്യസന്ധതയിൽ ചരിക്കുന്ന നീതിമാന്റെ പിൻതലമുറക്കാർ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് നോട്ടം കൊണ്ട് എല്ലാ തിന്മകളെയും പാറ്റിക്കൊഴിക്കുന്നു. ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടിയിരിക്കുന്നു എന്ന് പറയാൻ ആർക്ക് കഴിയും? വ്യാജമായ തൂക്കങ്ങളും അളവുകളും ഒന്നുപോലെ കർത്താവ് വെറുക്കുന്നു. തങ്ങളുടെ സ്വഭാവം നിർദോഷവും നീതിയുക്തവുമാണോ എന്ന് ശിശുക്കൾ പോലും സ്വന്തം പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തുന്നു. കേൾക്കാൻ ചെവിയും കാണാൻ കണ്ണും കർത്താവാണ് ഇവ രണ്ടും സൃഷ്ടിച്ചിരിക്കുന്നത്. ഉറക്കത്തിന് അടിമയാകരുത്, ദാരിദ്ര്യം നിന്നെ പിടികൂടും. ജാഗരൂകത പാലിക്കുക, നിനക്ക് ധാരാളം ആഹാരം ലഭിക്കും. വാങ്ങുമ്പോൾ മോശം മോശമെന്ന് ഒരുവൻ പറയുന്നു. വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ അവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നു. സ്വർണവും വിലയേറിയ രത്നങ്ങളും സുലഭമാണ്. എന്നാൽ ജ്ഞാനവചസ് അമൂല്യ രക്തമത്രേ. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. ബുദ്ധിപൂർവമായ നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്യുക. ഏഷ്ണിക്കാരൻ രഹസ്യങ്ങൾ പുറത്തുവിടുന്നു. ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത്. അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. തിടുക്കത്തിൽ കൈവശപ്പെടുത്തിയ സ്വത്ത് അവസാനം അനുഗ്രഹകരമായിരിക്കുകയില്ല. തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു, കള്ളത്രാസ് നന്നല്ല. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? ഇത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് തിടുക്കത്തിൽ വഴിപാട് നേരുകയും പിന്നീട് മാത്രം അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നത് ഒരു കെണിയാണ്. ജ്ഞാനിയായ രാജാവ് ദുഷ്ടരെ പറത്തിക്കളയുന്നു, അവരുടെ മേൽ രഥചക്രം പായിക്കുന്നു. മനുഷ്യചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണ്, അത് അവന്റെ ഉള്ളറകൾ പരിശോധിക്കുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ സംരക്ഷിക്കുന്നു.
നീതി അവന്റെ സിംഹാസനം ഉറപ്പിക്കുന്നു. യുവാക്കളുടെ മഹത്വം അവരുടെ കരുത്താണ്. നരച്ച മുടി വൃദ്ധരുടെ അലങ്കാരവും. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. സുഭാഷിതങ്ങൾ 21 അധ്യായം. രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തന്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവ്വ് നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിലേ എത്തുകയുള്ളൂ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിന്റെ കെണിയുമാണ്. ദുഷ്ടരുടെ അക്രമം അവരെ തൂത്തെറിയും, കാരണം നീതി പ്രവർത്തിക്കാൻ അവർ വിസമ്മതിക്കുന്നു. തെറ്റ് ചെയ്യുന്നവരുടെ മാർഗം കുടിലമാണ്, നിഷ്കളങ്കരുടെ പെരുമാറ്റം നേർവഴിക്കുള്ളതും. കലഹക്കാരിയായ ഭാര്യയോടൊപ്പം വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻപുറത്തൊരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദുഷ്ടന്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു, അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സർലചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. ബോധം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു. നീതിമാൻ ദുഷ്ടന്റെ ഭവനം നിരീക്ഷിക്കുന്നു. ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും, അതാരും കേൾക്കുകയുമില്ല. രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു. നീതി നിർവഹിക്കപ്പെടുന്നത് നീതിമാന്മാർക്ക് ആനന്ദവും ദുഷ്കർമ്മികൾക്ക് പരിഭ്രാന്തിയും ഉളവാക്കുന്നു. വിവേകത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവൻ മരിച്ചവരുടെ ഇടയിൽ ചെന്ന് പാർക്കും. സുഖലോലുപൻ ദരിദ്രനായിത്തീരും. വീഞ്ഞിലും സുഗന്ധ തൈലത്തിലും ആസക്തി കാട്ടുന്നവൻ ധനവാനാവുകയില്ല. ദുഷ്ടൻ നീതിമാന് മോചനദ്രവ്യമാണ്, അവിശ്വസ്തൻ സത്യസന്ധനും. കലഹക്കാരിയും കോപശീലയുമായ ഭാര്യയോടൊത്ത് കഴിയുന്നതിനേക്കാൾ നല്ലത് മരുഭൂമിയിൽ ജീവിക്കുന്നതാണ്. ജ്ഞാനിയുടെ ഭവനത്തിൽ അമൂല്യ നിധികൾ ഉണ്ടായിരിക്കും. ഭോഷൻ സമ്പത്ത് ദൂർത്തടിച്ചു കളയുന്നു. നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും. ജ്ഞാനി പ്രബലരുടെ നഗരത്തെ ഭേദിച്ചവർ ആശ്രയിക്കുന്ന സങ്കേതം നിലംപതിപ്പിക്കും. സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നാണ്. അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു, എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. ദുഷ്ടന്മാർ എന്നും അത്യാഗ്രഹത്തോടെ കഴിയുന്നു, നീതിമാന്മാരാകട്ടെ നിർലോഭം ദാനം ചെയ്യുന്നു. ദുഷ്ടന്റെ ബലി വെറുപ്പുളവാക്കുന്നു, ദുരുദ്ദേശത്തോടെ സമർപ്പിക്കുമ്പോൾ അതെത്രയോ അധികമായി വെറുക്കപ്പെടുന്നു. കള്ളസാക്ഷി നാശയമടയും, ഉപദേശമനുസരിക്കുന്നവന്റെ വാക്ക് നിലനിൽക്കും. ദുഷ്ടൻ ധീരഭാവം നടിക്കുന്നു, സത്യസന്ധൻ സ്വന്തം നടപടികളെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുന്നു. ജ്ഞാനമോ ബുദ്ധിയോ ആലോചനയോ കർത്താവിനെതിരെ വിലപ്പോവുകയില്ല. യുദ്ധത്തിനു വേണ്ടി കുതിരയെ സജ്ജമാക്കുന്നു, എന്നാൽ വിജയം നൽകുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 22 അധ്യായം. സത്കീർത്തി വലിയ സമ്പത്തിനേക്കാൾ അഭികാമ്യമാണ്, ദയ സ്വർണത്തെയും വെള്ളിയേയും കാൾ വിലയേറിയതാണ്. ധനികരും ദരിദ്രരും ഒരു കാര്യത്തിൽ തുല്യരാണ്, ഇരു കൂട്ടരെയും സൃഷ്ടിച്ചത് കർത്താവാണ്. ജ്ഞാനി ആപത്ത് കണ്ട് ഒഴിഞ്ഞു മാറുന്നു, അല്പബുദ്ധി മുൻപോട്ടു പോയി ദുരന്തം വരിക്കുന്നു. വിനയത്തിനും ദൈവഭക്തിക്കുമുള്ള പ്രതിഫലം സമ്പത്തും ജീവനും ബഹുമതിയുമാണ്. വികടബുദ്ധികളുടെ മാർഗം മുള്ളുകളും കെണികളും നിറഞ്ഞതാണ്. കരുതലോടെ നടക്കുന്നവൻ അവയിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. ധനികൻ ദരിദ്രന്റെ മേൽ ഭരണം നടത്തുന്നു, കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണ്. അനീതി വിതയ്ക്കുന്നവൻ അനർത്ഥം കൊയ്യും, അവന്റെ കോപദണ്ഡ് പ്രയോജനപ്പെടുകയില്ല. ദയാദൃഷ്ടിയുള്ളവൻ അനുഗ്രഹീതനാകും, എന്തെന്നാൽ അവൻ തന്റെ ആഹാരം ദരിദ്രരുമായി പങ്കുവയ്ക്കുന്നു. പരിഹാസകനെ ആട്ടി ഓടിക്കുക, കലഹം വിട്ടുപോകും, വഴക്കും ശകാരവും അവസാനിക്കുകയും ചെയ്യും.
ഹൃദയ നൈർമല്യത്തെ സ്നേഹിക്കുകയും മധുരമായി സംസാരിക്കുകയും ചെയ്യുന്നവൻ രാജാവിന്റെ മിത്രമാകും. കർത്താവിന്റെ കണ്ണുകൾ ജ്ഞാനത്തെ കാത്തു സൂക്ഷിക്കുന്നു. അവിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് തകിടം മറിക്കുന്നു. അലസൻ പറയുന്നു, പുറത്ത് സിംഹമുണ്ട്, തെരുവിൽ വെച്ച് ഞാൻ കൊല്ലപ്പെടും. ദുശ്ചരിതയായ സ്ത്രീയുടെ വായ് അഗാധ ഗർത്തമാണ്. കർത്താവിന്റെ കോപത്തിനിരയായവൻ അതിൽ നിപതിക്കും. ശിശുവിന്റെ ഹൃദയത്തിൽ ഭോഷത്വം കെട്ടുപണഞ്ഞു കിടക്കുന്നു. ശിക്ഷണത്തിൽ വടി അതിനെ ആട്ടി ഓടിക്കുന്നു. സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ഞെരുക്കുകയോ സമ്പന്നർക്ക് പാരിതോഷികം നൽകുകയോ ചെയ്യുന്നവൻ ദാരിദ്ര്യത്തിൽ നിപതിക്കുകയുള്ളൂ. ജ്ഞാനികളുടെ ആപ്തവാക്യങ്ങൾ. ജ്ഞാനികളുടെ വാക്ക് സശ്രദ്ധം കേൾക്കുക. ഞാൻ നൽകുന്ന വിജ്ഞാനത്തിൽ മനസ്സ് പതിക്കുക. അവയെ ഉള്ളിൽ സംഗ്രഹിക്കുകയും അതരങ്ങളിൽ ഒരുക്കി വയ്ക്കുകയും ചെയ്യുന്നത് ആഹ്ലാദപ്രദമായിരിക്കും. കർത്താവിൽ വിശ്വാസമർപ്പിക്കേണ്ടതിന് ഇന്ന് ഞാൻ അവയെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഉപദേശവും വിജ്ഞാനവും അടങ്ങുന്ന 30 സൂക്തങ്ങൾ നിനക്ക് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. നിന്നെ അയച്ചവർക്ക് ഉചിതമായ ഉത്തരം നൽകത്തക്ക വിധം സത്യവും ശരിയുമായ കാര്യങ്ങൾ നിന്നെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയാണവ. നിസ്സഹായനെന്ന് കരുതി ദരിദ്രന്റെ മുതൽ അപഹരിക്കുകയോ നിന്റെ പടിവാതിക്കൽ വെച്ച് കഷ്ടപ്പെടുന്നവരെ മർദ്ദിക്കുകയോ ചെയ്യരുത്. എന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. കോപശീലനോട് സൗഹൃദം പാടില്ല. രോഷാകുലനോട് ഇടപഴകുകയുമരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അന്യർക്കു വേണ്ടി വാക്കുകൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത്. കടം വീട്ടാൻ വകയില്ലാതെയായി നിന്റെ കിടക്ക പോലും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു എന്തിന്? പിതാക്കന്മാർ പണ്ടേ ഉറപ്പിച്ചിട്ടുള്ള അതിർത്തിക്കല്ല് മാറ്റരുത്. ജോലിയിൽ വിദഗ്ധനായ ഒരുവനെ നോക്കൂ, അവന് രാജസന്നിധിയിൽ സ്ഥാനം ലഭിക്കും. അവന് സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ടി വരികയില്ല. സുഭാഷിതങ്ങൾ 23-ാം അധ്യായം. ഭരണാധിപനോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ നിന്റെ മുൻപിലുള്ള എന്താണെന്ന് ശ്രദ്ധിക്കുക. ഭക്ഷണ കൊതിയനാണെങ്കിൽ നിയന്ത്രണം പാലിക്കുക. അവന്റെ വിശിഷ്ട വിഭവങ്ങളിൽ കൊതി വയ്ക്കരുത്, അത് നിന്നെ ചതിക്കും. സമ്പത്ത് നേടാൻ അമിത അധ്വാനം ചെയ്യരുത്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ട വിവേകം കാണിക്കുക. സമ്പത്തിന്മേൽ കണ്ണുവെക്കുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാകും. കഴുകനെ പോലെ ചിറക് വെച്ച് ആകാശത്തിലേക്ക് പെട്ടെന്ന് അത് പറന്നു പോകുന്നു. പിശുക്കൻ തരുന്ന ആഹാരം കഴിക്കരുത്, അവന്റെ വിശിഷ്ട വിഭവങ്ങൾ കൊതിക്കുകയും അരുത്. എന്തെന്നാൽ അവൻ മനസ്സിൽ എണ്ണി നോക്കിയിട്ടുണ്ട്. തിന്നുക കുടിക്കുക എന്നവൻ പറയുമെങ്കിലും അവൻ ആത്മാർത്ഥതയില്ല. കഴിച്ച ഭക്ഷണം നീ ശ്രദ്ധിച്ചു കളയും. നിന്റെ നല്ല വാക്കുകൾ പാഴായി പോവുകയും ചെയ്യും. ഭോഷൻ കേൾക്കെ സംസാരിക്കരുത്, നിന്റെ വാക്കുകളിലെ ജ്ഞാനത്തെ അവൻ നിന്ദിക്കുകയുള്ളൂ. പണ്ടേയുള്ള അതിർത്തിക്കല്ല് മാറ്റുകയോ അനാഥയുടെ നിലം കയ്യേറുകയോ അരുത്. എന്തെന്നാൽ അവരുടെ സംരക്ഷകൻ ശക്തനാണ്. അവിടുന്ന് നിങ്ങൾക്കെതിരായി അവരുടെ പക്ഷം വാദിക്കും. നിന്റെ മനസ്സ് പ്രബോധനത്തിലും കാതുകൾ വിജ്ഞാനം നിറഞ്ഞ വചനങ്ങളിലും ഉറപ്പിക്കുക. കുട്ടിയെ ശിക്ഷിക്കാൻ മടിക്കേണ്ട, വടികൊണ്ട് അടിച്ചെന്ന് വെച്ചവൻ മരിച്ചു പോവുകയില്ല. അടിക്കുമ്പോൾ നീ അവന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനമുള്ളതെങ്കിൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. നിന്റെ അധരങ്ങൾ നീതി മൊഴിയുമ്പോൾ എന്റെ ആത്മാവ് ആഹ്ലാദിക്കും. നിന്റെ ഹൃദയം പാപികളെ നോക്കി അസൂയപ്പെടരുത്. എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. മകനെ, ശ്രദ്ധിച്ച് കേൾക്കുക, വിവേകം പുലർത്തുക, മനസ്സിനെ നല്ല വഴിക്ക് നയിക്കുകയും ചെയ്യുക. അമിതമായി വീഞ്ഞു കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്തെന്നാൽ മദ്യപനും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും. മത്തുപിടിച്ച് മയങ്ങുന്നവന് കീറത്തുണി ഉടുക്കേണ്ടി വരും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. എന്തു വില കൊടുത്തും സത്യം നേടുക, അത് കൈവിടരുത്. ജ്ഞാനവും പ്രബോധനവും ബുദ്ധിയും നേടുക. നീതിമാന്റെ പിതാവ് അത്യധികം ആഹ്ലാദിക്കും. ജ്ഞാനിയായ പുത്രനെ ലഭിച്ചവൻ അവനിൽ സന്തുഷ്ടി കണ്ടെത്തും. നിന്റെ മാതാപിതാക്കൾ സന്തുഷ്ടരാകട്ടെ, നിന്റെ പെറ്റമ്മ ആഹ്ലാദിക്കട്ടെ. മകനെ, ഞാൻ പറയുന്നത് ഹൃദയപൂർവ്വം കേൾക്കുക, എന്റെ മാർഗം അനുവർത്തിക്കുക. വേശ്യ ഒരു അഗാധ ഗർത്തമാണ്,
സ്വൈരണി ഇടുങ്ങിയ കിണറും. അവൾ കവർച്ചക്കാരനെ പോലെ പതിയിരിക്കുന്നു. പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ദുരിതവും ദുഃഖവും കലഹവും ആവലാതിയും ആർക്കാണ്? ആർക്കാണ് അകാരണമായ മുറിവുകൾ? ആരുടെ കണ്ണാണ് ചുവന്ന് കലങ്ങിയത്? വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. ചഷകങ്ങളിൽ വീഞ്ഞ് ചെമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കിയിരിക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണുകയും വികടത്വം ജൽപ്പിക്കുകയും ചെയ്യും. നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്നവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല. അവർ എന്നെ പ്രഹരിച്ചു, എനിക്ക് ഏറ്റില്ല. ഞാൻ എപ്പോഴാണ് ഉണരുക? ഞാൻ ഇനിയും കുടിക്കും. സുഭാഷിതങ്ങൾ 24-ാം അധ്യായം. ദുഷ്ടരെക്കുറിച്ച് അസൂയ തോന്നരുത്. അവരോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുകയുമരുത്. അവരുടെ മനസ്സ് അക്രമം ചിന്തിക്കുകയും അവരുടെ അധരങ്ങൾ ഏഷണി പറയുകയും ചെയ്യുന്നു. ജ്ഞാനത്താൽ വീട് പണിയപ്പെടുന്നു, വിവേകത്താൽ അത് ഉറപ്പിക്കപ്പെടുന്നു. അമൂല്യവും മനോഹരവുമായ വസ്തുക്കളാൽ വിജ്ഞാനം അതിലെ മുറികൾ നിറയ്ക്കുന്നു. ജ്ഞാനി കരുത്തനേക്കാൾ ബലവാനത്രേ, അറിവുള്ളവൻ ശക്തനേക്കാളും. വിവേകിയായ മാർഗദർശിയുണ്ടെങ്കിലേ യുദ്ധത്തിന് പുറപ്പെടാവൂ. ഉപദേഷ്ടാക്കൾ ധാരാളമുണ്ടെങ്കിൽ വിജയം നേടാം. ജ്ഞാനം ഭോഷന് കൈയെത്താത്ത ഉയരത്തിലാണ്. സദസ്സിൽ അവൻ വായ് തുറക്കുകയില്ല. തിന്മ നനയ്ക്കുന്നവൻ ഉപജാപകൻ എന്നറിയപ്പെടും. ഭോഷൻ ആലോചിക്കുന്ന എന്തും പാപമാണ്. പരിഹാസകൻ മനുഷ്യരെ വെറുപ്പിക്കുന്നു. ആപത്ഘട്ടങ്ങളിൽ പതറിപ്പോകുന്നവൻ ദുർബലനത്രേ. കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക. കൊലക്കളത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുക. ഞാനിത് അറിഞ്ഞില്ല എന്ന് നീ പറഞ്ഞാൽ തന്നെ ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുന്നില്ലേ? നിന്റെ ആത്മാവിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ അത് അറിയുകയില്ലേ? അവിടുന്ന് പ്രവർത്തിക്കത്തക്ക പ്രതിഫലമല്ലേ നൽകുക? മകനെ, തേൻ കുടിക്കുക, അത് നല്ലതാണ്. തേൻ തുള്ളികൾ നാവിന് ആസ്വാദ്യമാണ്. നിന്റെ ആത്മാവിന് ജ്ഞാനവും അതുപോലെയാണെന്നറിയുക. അത് നേടിയാൽ നിനക്ക് നല്ല ഭാവിയുണ്ടാവും. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയുമില്ല. നീതിമാന്റെ പാർപ്പിടത്തിനെതിരെ ദുഷ്ടനെ പോലെ പതിയിരിക്കരുത്. അവന്റെ ഭവനത്തെ ആക്രമിക്കുകയുമരുത്. എന്തെന്നാൽ നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. ദുഷ്ടനാകട്ടെ കാലിടറി വീഴുന്നത് പൂർണ്ണ നാശത്തിലേക്കാണ്. ശത്രുവിന്റെ ഭവനത്തിൽ ആഹ്ലാദിക്കരുത്. അവൻ തട്ടി വീഴുമ്പോൾ സന്തോഷിക്കുകയുമരുത്. സന്തോഷിച്ചാൽ നിന്നോട് അപ്രീതി തോന്നുകയും നിന്റെ ശത്രുവിൽ നിന്ന് തന്റെ കോപം അകറ്റിക്കളയുകയും ചെയ്യും. തിന്മ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് അസ്വസ്ഥനാകേണ്ട. ദുഷ്ടരെ നോക്കി അസൂയപ്പെടുകയും വേണ്ട. എന്തെന്നാൽ തിന്മ ചെയ്യുന്നവന് ഭാവിയില്ല. ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞു പോകും. മകനെ, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. അവരെ ധിക്കരിക്കരുത്. എന്തെന്നാൽ അവരിൽ നിന്നുള്ള ശിക്ഷ പെട്ടെന്നായിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന നാശത്തിന്റെ വലുപ്പം ആർക്കാണ് ഊഹിക്കാൻ കഴിയുക? ഇനി പറയുന്നവയും ജ്ഞാനികളുടെ സൂക്തങ്ങളാണ്. ന്യായം വിധിക്കുന്നതിൽ പക്ഷപാതം പാടില്ല. കുറ്റവാളികളോട് നിങ്ങൾ നിരപരാധരാണ് എന്ന് പറയുന്നവനെ ജനങ്ങൾ ശപിക്കും. ജനതകൾ അവനെ വെറുക്കും. എന്നാൽ കുറ്റവാളികളെ ശാസിക്കുന്നവർ സന്തോഷമനുഭവിക്കും. അവർക്ക് സമൃദ്ധമായ അനുഗ്രഹം ലഭിക്കും. സത്യസന്ധമായ ഉത്തരം നൽകുന്നത് ചുംബനം നൽകുന്നത് പോലെയാണ്. ആദ്യം പുറത്തെ ജോലികൾ ക്രമപ്പെടുത്തുക. വയലിലും എല്ലാം സജ്ജീകരിക്കുക. അതിനുശേഷം വീട് പണി തുടങ്ങുക. അയൽക്കാരനെതിരെ അകാരണമായി സാക്ഷി നിൽക്കരുത്. അവനെ വാക്കുകൊണ്ട് വഞ്ചിക്കുകയുമരുത്. എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവനോടും പ്രവർത്തിക്കും. അവൻ ചെയ്തതിന് ഞാൻ പകരം ചെയ്യുമെന്ന് നീ പറയരുത്. ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി. അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു. നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരുന്നു. അതിന്റെ കൽഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, അതിൽ നിന്ന് ഒരു ഗുണപാഠം പഠിക്കുകയും ചെയ്തു. കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലുനേരം കൂടി മയങ്ങാം, കയ്യം കെട്ടിയിരുന്ന് അല്പം കൂടെ വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം കവർച്ചക്കാരനെ പോലെയും ദുർഭിക്ഷം ആയുധപാണിയെപ്പോലെയും നിന്നെ സമീപിക്കും. സുഭാഷിതങ്ങൾ 25-ാം അധ്യായം. സോളമന്റെ സുഭാഷിതങ്ങൾ തുടർച്ച. യൂദാ രാജാവായ ഹെസക്കിയായുടെ ആളുകൾ
പകർത്തിവെച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും. നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ്. രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും. ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ്. വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റിക്കളഞ്ഞാൽ പണിക്കാരന് പാത്രനിർമ്മാണത്തിനുള്ള പദാർത്ഥമായി. രാജസന്നിധിയിൽ നിന്ന് ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും. രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത്. എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പുറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ്. കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത്. എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും? അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക. മറ്റൊരുവന്റെ രഹസ്യം വെളിപ്പെടുത്തരുത്. അവനത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാക്കുകയും ചെയ്യും. ഉചിതമായ വാക്ക് വെള്ളിത്തകിടിയിൽ പതിച്ചുവെച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ്. ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ കണ്ടാഭരണമോ പോലെയാണ്. വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്ത് തണുപ്പുമായി എത്തുന്ന മഞ്ഞു പോലെയാണ്. അവൻ യജമാന്മാരുടെ മനസ്സിന് കുളിർമ നൽകുന്നു. കൊടുക്കാത്ത ദാനത്തെക്കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ്. ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെപ്പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട്. തേൻ കിട്ടിയാൽ ആവശ്യത്തിനു മാത്രമേ കുടിക്കാവൂ, അല്ലെങ്കിൽ ചികിടുപ്പ് തോന്നി ഛർദിച്ചേക്കാം. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗദയോ വാളോ കൂരമ്പോ പോലെയാണ്. ആപത്കാലത്ത് അവിശ്വസ്തനിൽ അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ്. വിഷാദമഗ്നനു വേണ്ടി പാട്ട് പാടുന്നത് കൊടും തണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത് പോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നത് പോലെയുമാണ്. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക. അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു. ഏഷ്ണി പറയുന്ന നാവ് രോഷവും. കലഹക്കാരിയായ ഭാര്യയോടൊത്ത് വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്തൊരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ്. ദാഹാർത്തിന് ശീതജലം പോലെയാണ് ദൂരദേശത്തെത്തുന്ന സദ്വാർത്ത. ദുഷ്ടന് വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ്. തേൻ അധികം കുടിക്കുന്നത് നന്നല്ല. അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ്. സുഭാഷിതങ്ങൾ 26-ാം അധ്യായം. വേനൽക്കാലത്ത് മഞ്ഞും കൊയ്ത്തുകാലത്ത് മഴയും പോലെ ഭോഷന് ബഹുമതി ഇണങ്ങുകയില്ല. പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല. കുതിരയ്ക്ക് ചമ്മട്ടി, കഴുതയ്ക്ക് കടിഞ്ഞാൺ, ഭോഷന്റെ മുതുകിന് വടിയും. ഭോഷനോട് അവന്റെ വിഡ്ഢിത്തത്തിന് ഒപ്പിച്ച് മറുപടി പറയരുത്, നീയും അവന് തുല്യനെന്ന് വരും. ഭോഷന് തന്റെ ഭോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക, അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും. ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത്. നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല് പോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം. ഭോഷന് ബഹുമാനം കൊടുക്കുന്നത് കവടിയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ്. മദ്യപിന്റെ കയ്യിൽ തുളഞ്ഞു കയറിയ മുള്ളുപോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം. വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന വില്ലാളിയെ പോലെയാണ്. ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ്. ജ്ഞാനിയെന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ അലസൻ കിടക്കയിൽ തന്നെ തിരിയുന്നു. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു. അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്.
വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചു നിർത്തുന്നവനെ പോലെയാണ്. അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരമ്പോക്ക് മാത്രമെന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ്. വിറയില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു. ഏഷ്ണിക്കാരൻ ഇല്ലാത്തിടത്ത് കലഹം ശമിക്കുന്നു. കരി കനലിനെയും വിറക് അഗ്നിയെയും എന്ന പോലെ കലഹപ്രിയൻ ചണ്ട ജ്വലിപ്പിക്കുന്നു. ഏഷ്ണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പക്കഷ്ണങ്ങൾ പോലെയാണ്. അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. മലിനഹൃദയം മറച്ചുവെക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ്. മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു. അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത്, കാരണം അവന്റെ ഹൃദയത്തിൽ 7 മ്ലേച്ഛതയുണ്ട്. അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വെച്ച് വെളിപ്പെടും. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും. കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ്. മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം. നാളെയെ ചൊല്ലി അഹങ്കരിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല. ആത്മപ്രശംസ ചെയ്യരുത്. മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ. അന്യന്റെ നാവാണ്, നിന്റേതല്ല അത് ചെയ്യേണ്ടത്. കല്ലിന് ഭാരമുണ്ട്, മണലിനും ഭാരമുണ്ട്. എന്നാൽ ഭോഷന്റെ പ്രകോപനം ഇവ രണ്ടിനേക്കാൾ ഭാരമുള്ളതത്രേ. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്. എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക? തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തെക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥ നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യുന്നു. ഉണ്ടു നിറഞ്ഞവന് തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു. വിശക്കുന്നവന് കയ്പും മധുരമായി തോന്നുന്നു. വീട് വിട്ട് അലയുന്നവൻ കൂടുവിട്ട് അലയുന്ന പക്ഷിയെ പോലെയാണ്. തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത്. ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയും അരുത്. അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം. മകനെ, നീ ജ്ഞാനിയാവുക, അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക. എന്നെ കുറ്റപ്പെടുത്തുന്നവന് മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും. വിവേകി ആപത്ത് കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അല്പബുദ്ധി അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും. ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ. അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയോ ആണ്. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു. ഒരുവൻ അവന്റെ ബുദ്ധിക്ക് മൂർച്ച കൂട്ടുന്നു. അത്തിമരം വളർത്തുന്നവൻ അതിന്റെ പഴം തിന്നും. യജമാനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു. പാതാളവും നരകവും ഒരിക്കലും തൃപ്തിയടയുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കും നോക്കിക്കൊള്ളുക. കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്കും നിലനിൽക്കുകയില്ല. കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ? പുല്ല് തീർന്നു പോകുന്നു, പുതിയത് മുളച്ചു വരുന്നു. കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും. നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരകമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം. ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു. നീതിമാന്മാരാവട്ടെ സിംഹത്തെപ്പോലെ ധീരരാണ്. അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാരുണ്ടാകുന്നു.
ബുദ്ധിയും പരിജ്ഞാനമുള്ളവർ അതിന്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ്. നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു, നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു. ദുഷ്ടർ നീതി അറിയുന്നില്ല, കർത്താവിനെ തേടുന്നവർ അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു. വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്. ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തിവെക്കുന്നു. പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവന്റെ കയ്യിൽ ചെന്നു ചേരും. നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും. താൻ ഒരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു. ബുദ്ധിമാനായ ദരിദ്രൻ അവന്റെ തനിനിറം കണ്ടുപിടിക്കുന്നു. നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരതല്ലെന്നു. ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരതേടുന്ന കരടിയോ പോലെയാണ്. ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും. കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ, ആരും അവന് ഇടം കൊടുക്കരുത്. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും. ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പക്ഷപാതം നന്നല്ല, എങ്കിലും ഒരപ്പക്കഷണത്തിനു വേണ്ടി പോലും മനുഷ്യർ തെറ്റ് ചെയ്യുന്നു. ലുബ്ധൻ സമ്പത്തിന് പിന്നാലെ പരക്കം പായുന്നു. തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ്. അത്യാഗ്രഹികൾ കലകമിളക്കി വിടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസമർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു. അവർ അധപതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. സുഭാഷിതങ്ങൾ 29-ാം അധ്യായം. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു. നീതിയിലൂടെ രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നു. നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു. അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് കെണി വയ്ക്കുകയാണ്. ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു. നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു. നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു. ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല. പരിഹാസകൻ നഗരത്തിന് തീ വയ്ക്കുന്നു. ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു. ജ്ഞാനി ഭോഷനുമായി വ്യവഹാരത്തിലേർപ്പെട്ടാൽ ഭോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. രക്തദാഹികൾ നിർദോഷനെ വെറുക്കുന്നു. ദുഷ്ടൻ അവന്റെ ജീവൻ വേട്ടയാടുന്നു. ഭോഷൻ കോപത്തെ കടിഞ്ഞാൺ അയച്ചുവിടുന്നു. ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും. ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ്. ദരിദ്രർക്ക് നീതി ഉറപ്പുവരുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തിവെക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു. അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണും.
മകന് ശിക്ഷണം നൽകുക. അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രവചനം ഇല്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു. നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ്. വാക്കുകൊണ്ട് മാത്രം ഭൃത്യനെ നന്നാക്കാനാവില്ല. അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല. വാതോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ, ഭോഷൻ അവനേക്കാൾ ഏറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും. രോഷാകുലൻ കലഹമിളക്കിവിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തിവെക്കുന്നു. അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. കള്ളന്റെ പങ്കാളി തന്റെ തന്നെ ശത്രുവാണ്. അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്, കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു, ദുഷ്ടൻ സന്മാർഗിയെയും. സുഭാഷിതങ്ങൾ 30-ാം അധ്യായം. ആഗൂറിന്റെ സൂക്തങ്ങൾ. മാസായിലെ യാക്കയുടെ മകനായ ആഗൂറിന്റെ വാക്കുകൾ. അവൻ ഇത്ഥിയേലിനോടും യുക്കാളിനോടും പറയുന്നു, മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ. മനുഷ്യന്റെ ബുദ്ധിശക്തി എനിക്കില്ല. ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനെക്കുറിച്ചുള്ള അറിവും എനിക്കില്ല. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നതാര്? സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നതാര്? ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര്? അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? തീർച്ചയായും നിനക്കറിയാമല്ലോ. ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോടൊന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ എനിക്കവ നിഷേധിക്കരുതേ. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്നെ പോറ്റണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആരെന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. ഭൃത്യനെക്കുറിച്ച് യജമാനോട് അപവാദം പറയരുത്. അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും. പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിർദോഷനെന്നും ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. കണ്ണുകളിൽ ഗർവ് മുറ്റി നിൽക്കുന്നവരുണ്ട്. വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട്. കണ്ണട്ടയ്ക്ക് 2 പുത്രിമാരുണ്ട്. തരുക തരുക എന്ന് അവർ മുറവിളി കൂട്ടുന്നു. ഒരിക്കലും തൃപ്തിയടയാത്ത 3 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല. പാതാളം, വന്ധ്യമായ ഉദരം, വെള്ളം കുതിക്കുന്ന ഭൂമി, മതിവരാത്ത അഗ്നി. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കുകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. 3 കാര്യങ്ങൾ എനിക്ക് അത്ഭുതകരമാണ്, 4 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കഴുകന്റെ ആകാശത്തിലൂടെയുള്ള പാത, സർപ്പത്തിന്റെ പാറയിലൂടെയുള്ള വഴി, കപ്പലിന്റെ സഞ്ചാരപഥം, കന്യകയോടുള്ള യുവാവിന്റെ പെരുമാറ്റം. വ്യഭിചാരിണിയുടെ രീതി ഇതാണ്. അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. 3 കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു, 4 കാര്യങ്ങൾ അസഹ്യമാണ്. രാജാവായി ഉയർന്ന അടിമ, മൃഷ്ടാന്ന ഭോജനം കഴിച്ച ഭോഷൻ, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ, യജമാനത്തിയുടെ സ്ഥാനം അപഹരിച്ച ദാസി. ഭൂമിയിലെ 4 ജീവികൾ തീരെ ചെറുതാണ്, എങ്കിലും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലം, എങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു. കുഴിമുയൽ കെൽപ്പില്ലാത്ത ഒരു കൂട്ടം, എങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. വെട്ടുക്കിളികൾക്ക് രാജാവില്ല, എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു. പല്ലി
കയ്യിൽ ഒതുങ്ങാനേയുള്ളൂ. എങ്കിലും അത് രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്നു. 3 കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു. 4 കൂട്ടർക്ക് നടത്തലിൽ ഗാംഭീര്യമുണ്ട്. മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹം, ഞെളിഞ്ഞു നടക്കുന്ന പൂവൻകോഴി, മുട്ടാട്, സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ്. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഭോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക. എന്തെന്നാൽ പാല് കടഞ്ഞാൽ വെണ്ണ കിട്ടും, മൂക്കിനടിച്ചാൽ ചോര വരും, കോപം ഇളക്കിവിട്ടാൽ കലഹമുണ്ടാകും. സുഭാഷിതങ്ങൾ 31 അധ്യായം. ലെമുവേലിന്റെ സൂക്തങ്ങൾ. മാസ രാജാവായ ലെമുവേലിന്റെ വാക്കുകൾ. ഇവ അവനെ അമ്മ പഠിപ്പിച്ചതാണ്. ആറ്റുനോറ്റിരുന്ന് എന്റെ വയറ്റിൽ പിറന്ന മകനെ, എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്? നിന്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത്. അല്ലയോ ലെമുവേൽ, വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ലഹരി പാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല. മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. ലഹരി പാനീയം നാശത്തിന്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക. അവർ കുടിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. ഉത്തമയായ ഭാര്യ. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയത്രേ. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്തം ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുമ്പേ അവൾ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്തുകൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. തന്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ വിളക്ക് അണയുന്നില്ല. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾക്ക് തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവർക്ക് ധരിക്കാൻ ഇരട്ട വസ്ത്രങ്ങളുണ്ട്. അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. മൃദുലവും ധൂമ്രവർണ്ണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരോടൊപ്പം ഇരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു. അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പട്ടകൾ വ്യാപാരികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ വായു തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമസൃണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവും അപ്രകാരം ചെയ്യുന്നു. അവൻ അവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു: പല സ്ത്രീകളും തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്, എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ.